ഭഗവാൻ ഉത്തരാർദ്ധലീലയാണ് തുടങ്ങുന്നു. പൂർവാർദ്ധം ഉത്തരാർദ്ധത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പൂർവാർദ്ധ ലീലകളിൽ 2 കൈ കൃഷ്ണൻ്റെ കഥയാണ്. ഉത്തരാർദ്ധം തുടങ്ങുമ്പോൾ തന്നെ 4 കൈ കൃഷ്ണനായി മാറുന്നു. ഇതാ കാരണം വൃന്ദാവനത്തിലൊക്കെ 4 കൈ കൃഷ്ണൻ രൂപം കാണിച്ചാൽ അവർക്ക് അത്ര ഇഷ്ടമില്ല. ഒരു ദിവസം രാധ പറഞ്ഞു തൻ്റെ സഖിയോട്, കൃഷ്ണൻ അവിടെ നികുഞ്ചത്തിലുണ്ട്, ഒന്ന് വിളിച്ചു കൊണ്ടുവരുന്നു. അപ്പം കൃഷ്ണൻ വിചാരിച്ചു ഈ സഖികൾക്ക് തൻ്റെ സ്വന്തം രൂപം കാണിച്ചു തരാൻ വിചാരിച്ച് തൻ്റെ 4 കൈ തൃക്കൈ രൂപം കാണിച്ചു കൊടുത്തു. സഖി അവിടെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഒരു അമ്മാവനാണ് നിൽക്കുന്നു, നമ്മുടെ കൃഷ്ണനില്ലേ. 2 കൈ ആകുമ്പോൾ സിറുപേർ അഴൈത്തനവും ശീരിയരുളാതെ, സിറുപേർ നാരായണൻ ഇതൊക്കെ ഭഗവാന്റെ ചെറിയ പേരാണ്. വലിയ പേരെന്താണ്? ഗോപാലൻ, അതാണ് വലിയ പേര്. അങ്ങനെയാണ് തമിഴ്നാട്ടിലുള്ള ഭക്തൈമാർ ആണ്ടാൾ പാടുന്നു. അപ്പോൾ ഭഗവാൻ 4 തൃക്കൈ രൂപം കാണിക്കുമ്പോൾ അവർക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് പൂർവാർദ്ധം 2 കൈ കൃഷ്ണൻ്റെ ലീല തനിയാക്കി വെച്ചു. പിന്നെ 4 കൈ കൃഷ്ണൻ. ഉത്തരാർദ്ധം തുടങ്ങുമ്പോൾ തന്നെ ജരാസന്ധൻ പറഞ്ഞു, അയാൾക്ക് 2 കൈ പോരാ, 4 കൈ വേണ്ടി വരും. അപ്പോഴാണ് ആകാശത്തിൽ ദിവ്യ ആയുധങ്ങളൊക്കെ വരുന്നു. ഭഗവാൻ 4 തൃക്കൈകളായി മാറുന്നു. തൃക്കൈയായി മാറി 17 പ്രാവശ്യം പിന്നെ പറഞ്ഞു വിട്ടു ജരാസന്ധനെ. കാരണം ജരാസന്ധനെ വധിച്ചിട്ടില്ല. കാരണം നമ്മൾ ജരാസന്ധനെ വധിക്കാത്ത കാരണം ചൂള് പോലെയാണ്. എല്ലാ കുപ്പയും എടുത്ത ശേഷം അവസാനം ആ ചൂള് ധരിക്കാറുള്ളൂ. അതുപോലെ ഈ അസത്തുകളായ കുപ്പകളെ എടുക്കുന്ന ഒരു ചൂള് പോലെ ജരാസന്ധനെ ഉപയോഗിച്ചു. പിന്നെ 18ാമത്തെ തവണ ഭഗവാൻ ഒന്ന് ബ്രാഹ്മണന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഓടിയതുപോലെ അഭിനയിച്ചു. പക്ഷേ ഓടിയത് ജരാസന്ധനക്ക് വേണ്ടിയില്ല, കാളയവനക്ക് വേണ്ടി മാത്രമില്ല. അവിടെ ഒരു ഭക്തൻ ധ്യാനത്തിലിരിക്കുന്നു. ധ്യാനം പറഞ്ഞാൽ യോഗനിദ്രയിലാണ് ഇരിക്കുന്നു. നമുക്ക് നിദ്രയെ അറിയത്തുള്ളൂ, യോഗനിദ്ര എന്താണ് അറിയത്തില്ല. യോഗനിദ്രയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ആ മുചുകുന്ദൻ തൻ്റെ ഗുരുനാഥനായ ഗർഗാചാര്യനോട് ചോദിച്ചു, ഞാൻ ഭഗവാനെ കാണാൻ എന്ത് ചെയ്യണം? അദ്ദേഹം കിടന്ന് ഉറങ്ങിക്കോളൂ പറഞ്ഞു. ഇങ്ങനെ ഒരു ഗുരുനാഥൻ നമുക്ക് കിട്ടിയാൽ നന്നായി. കിടന്ന് ഉറങ്ങിക്കോളൂ, ഉണർത്താൻ ആളുമായി ഭഗവാൻ വന്നോളും. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടുന്നു, പാഹിമദന ഗോപാല മുകുന്ദ പാലിത മുചുകുന്ദ. പാലിത മുചുകുന്ദ, മുചുകുന്ദനെ രക്ഷിച്ചില്ലേ, ഉറങ്ങുന്ന ഒരാളെ ഉണർത്തി ദർശനം കൊടുത്തില്ലേ. ഈ പാട്ടൊക്കെ തമിഴ്നാട്ടിൽ ദിവ്യനാമ സംഗീതം രാത്രി മുഴുവൻ പാടാറുണ്ട്. വിജയഗോപാലസ്വാമികളുടെ കീർത്തനമാണ്. ഇദ്ദേഹത്തിൻ്റെ കീർത്തനം പാടുമ്പോൾ എന്തായാലും 2 മണി ആവും. അപ്പോൾ പാടുന്ന കുറച്ച് ഉറക്ക പാടും. പരിപാലിത മുചുകുന്ദ, ഇങ്ങനെ ഉറക്ക പാടും. എന്താ കാരണം? ഈ ഭജന സമയത്തിൽ വന്ന ആൾക്കാരും മുചുകുന്ദന പോളായും അപ്പോൾ ഉറക്ക വിളിക്കും, മുചുകുന്ദനെ ഉണർത്തി എഴുന്നേറ്റോളൂ പാടും. അങ്ങനെ മുചുകുന്ദനെ അനുഗ്രഹിച്ച് ഭഗവാൻ ദ്വാരകയിൽ എത്തിച്ചേർന്നു. അങ്ങനെ മുചുകുന്ദനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ വരുന്ന വഴിയിലാണ് ഗരുഡ ഭഗവാനുക്ക് ഒരു ദിവ്യ വൈരകിരീടം സമർപ്പിച്ചു. ഭഗവാനുക്ക് സ്വന്തം കിരീടം ഉണ്ടായിരുന്നു, വൈരകിരീടം. അത് ഹിരണ്യകശിപു യുദ്ധത്തിന് പോയപ്പോൾ ഭഗവാൻ ഒരു പേടിച്ചതുപോലെ അഭിനയിച്ച് അത് ഉപേക്ഷിച്ചു പോയി. ഈ പാലാഴിയിൽ തപ്പുമ്പോൾ ഹിരണ്യകശിപുന് അത് കിട്ടി. പിന്നെ പ്രഹ്ലാദൻ പൂജിച്ചിരുന്നു. പിന്നെ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായ ബലിചക്രവർത്തി ആ സുവർണ കിരീടം പൂജിച്ചിരുന്നു. വാമന ഭഗവാനുക്ക് എല്ലാം ദാനം ചെയ്തു, പക്ഷേ സുവർണ കിരീടം കൊടുത്തിട്ടില്ല. ഇതാ കാരണം അത് വസ്തുവായിട്ട് സ്വത്തായിട്ട് കണക്കാക്കിയിട്ടില്ല, തൻ്റെ സ്വാമിയായിട്ട് കണക്കാക്കി പൂജിച്ചിരുന്നു. അത് മനസ്സിലായി ഗരുഡ ഭഗവാനുക്ക് ഗോവിന്ദാഭിഷേകം നടന്നു, പക്ഷേ കിരീടം ഒന്നും സമർപ്പിച്ചിട്ടില്ലല്ലോ വിചാരിച്ച് ഗരുഡ ഭഗവാൻ പാതാളത്തിൽ ചെന്നു ബലിചക്രത്തോട് ആ കിരീടം ഒന്ന് വേണം, അത് തരാൻ പറ്റില്ല. പിന്നെ യുദ്ധം തുടങ്ങി. പിന്നെ അവസാനം ഗരുഡൻ പറഞ്ഞു, പണ്ടേ ഞാൻ എന്നെ ബന്ധിപ്പിച്ചതാണ്. അപ്പോൾ ദാനം വാങ്ങുന്ന സമയത്ത് സുവർണ പദതാം വരഹ. അപ്പോൾ വീണ്ടും ബന്ധിപ്പിച്ചപ്പോൾ എന്താ കാരണം? ഇപ്പോൾ ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ. അല്ല, ആ കിരീടം ഭഗവാന്റെ കിരീടമാണ്, ഭഗവാൻ ഇപ്പോൾ അവതരിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു കൊടുത്തു. ആ കിരീടം ഈ സമയത്താണ് ഗരുഡ ഭഗവാൻ സമർപ്പിച്ചു. വൈരകിരീടം, വൈരമുടി സേവ എന്നൊരു
ഇപ്പോഴും ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. കർണാടക പ്രദേശത്തിൽ യാദവാദ്രി അല്ലെങ്കിൽ മേൽക്കോട്ട പറയും. ബംഗളൂരിൽ നിന്നും കുറച്ച് ദൂരം നമ്മൾ ചെന്നാൽ യാദവാദ്രി മേൽക്കോട്ട, അവിടെ ആ ഭഗവാൻക്ക് ഇപ്പോഴും ആ വൈരകിരീടം സമർപ്പിക്കുന്നുണ്ട്. പക്ഷേ പണ്ട് രാജാക്കളുടെ കസ്റ്റഡിയിലായിരുന്നു, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കസ്റ്റഡിയിലാണ്. അത് വലിയ ഉത്സവമായിട്ട് അവിടെ നടത്തുന്നുണ്ട്. കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല, എന്തായാലും അവിടെ നടക്കുന്നുണ്ട്. ആ കിരീടം ഇപ്പോഴും ആ പരമ്പരയിൽ, പിന്നെ ഗുരുവായൂരപ്പൻ കിട്ടിയതുപോലെ തന്നെ ഈ കിരീടവും ആ പരമ്പരയിലുള്ളവർക്ക് കിട്ടി. ഇപ്പോൾ ആ വൈര കിരീടം ഭഗവാനുക്ക് സമർപ്പിച്ചു ഗരുഡ ഭഗവാൻ. പിന്നെ കണ്ണൻ്റെ ജാതകം ആലോചിക്കുന്നുണ്ട്. വസുദേവനും ദേവകിയും കണ്ണനക്ക് ജാതകം ആലോചിക്കുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ എല്ലാ ദിവസവും ഒരു 10 കുറിയർ ഉണ്ടാവും. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോവും ജാതകവും. പെൺകുട്ടി ഫോട്ടോ നന്നായാൽ ജാതകം ചേരണില്ല, ജാതകം ചേർന്ന് വന്നാൽ ഫോട്ടോ നന്നാവണില്ല. ഇങ്ങനെ മാറി മാറി അച്ഛനമാർ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഏതാണ് ശരിയാവും ഏതാണ്. ഭഗവാൻ നോക്കി, അച്ഛനമ്മമാർ നോക്കി കല്യാണം കഴിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഷഷ്ടിപൂർത്തി വേണ്ടി വരും. അപ്പോൾ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കേണ്ട. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇതാണ് എൻ്റെ മരുമകളെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് പോലെ ഭഗവാൻ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഇപ്പൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ലവ് മാരേജ്, അതിൻ്റെ ആദ്യത്തെ ഗുരുവാണ് കൃഷ്ണൻ. അറേഞ്ച്മെന്റ് മാരേജ് പണ്ടൊക്കെ കല്യാണം കഴിച്ച് പിന്നെ പ്രേമിക്കാറുണ്ട്, ഇപ്പോൾ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. പക്ഷേ കല്യാണം കഴിച്ചിട്ട് പ്രേമിക്കൊരു മര്യാദയ്ക്ക് സുഖമായിട്ട് കുടുംബജീവിതം കൊണ്ടുപോകുന്നു, ഷഷ്ടിപൂർത്തി വരെ സുഖമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നവർ മര്യാദയ്ക്ക് ഒരു കൊല്ലം പോലും ജീവിക്കുന്നില്ലേ, അതാണ് ബുദ്ധിമുട്ട്. അവർ രണ്ടുപേരും ചേർന്ന് ബീച്ച് പോകുന്നുണ്ട്, ചേർന്ന് ഹോട്ടൽ പോകുന്നുണ്ട്, എല്ലാം ചേർന്ന് പോകുന്നു, അവസാനം ചേർന്ന് കോർട്ടുക്കും പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ പാടില്ലേ. പ്രേമിച്ച് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചിട്ട് പ്രേമിച്ചാലും എങ്ങനെയായാലും അവസാനം വരെ രണ്ടുപേരും ചേർന്ന് ജീവിക്കണം. അതാണ് ഇവിടെ ഭഗവാൻ പഠിപ്പിക്കുന്നു നമ്മളെ. ഈ ചുരുക്കി വർണ്ണിച്ചു ആദ്യം. അപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുന്നു, എനിക്ക് വിസ്തരിച്ച് പറഞ്ഞ് കേൾപ്പിക്കണേ. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനണാം രാക്ഷസേന വിധാനേന ഉപയേമേ ഇതി ശ്രുതം. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസഃ യഥാമാഗധശാൽവാദീൻ ജിത്വാ കന്യാമുപാഹരത്. 8 വിധമായ വിവാഹമുണ്ട്. അതിൽ രാക്ഷസവിധാനം, പെൺകുട്ടി പ്രേമിച്ചാൽ ആ പെൺകുട്ടിയുടെ രാക്ഷസവിധാനം പറഞ്ഞാൽ സ്വയംവര പോലെ പെൺകുട്ടി വരും. അപ്പോൾ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ രാജാവിന് ഇഷ്ടമാണെങ്കിൽ ആ പെൺകുട്ടിയെ എല്ലാ രാജാക്കളുടെ യുദ്ധം ചെയ്ത് കൊണ്ടുവരുന്നതാണ് രാക്ഷസവിധാനം. പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അത് ഗാന്ധർവ വിധാനം. ഇത് രാജാക്കൾക്ക് പറഞ്ഞതാണ്. അപ്പം രുക്മിണിയുടെ പ്രേമലിഖിതം പറഞ്ഞിട്ട് വേണം വിചാരിച്ച് ശുകാചാര്യൻ പ്രേമലിഖിതം പറയാൻ വേണ്ടിയാണ് വിചാരിച്ചു. പക്ഷേ പരീക്ഷിത്ത് ചോദിക്കുമ്പോൾ രാക്ഷസേന വിധാനേന, രാക്ഷസ വിധാനമായിട്ട് വിവാഹം കഴിച്ചു പറഞ്ഞില്ലേ, അതുകൊണ്ട് പറയൂ. അപ്പോൾ രാജാവ് ചോദിച്ചതും ശുകന്റെ ഇഷ്ടപ്രകാരം ഗാന്ധർവം രണ്ടും ചേർത്ത് മണിപ്രവാളം പോലെ അല്ലെങ്കിൽ പാലും തേനും പോലെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. പക്ഷേ ശരിക്കും ഇത് പറഞ്ഞാൽ രുക്മിണി ശരണാഗതി എന്നാണ് പേര്. രുക്മിണി പറഞ്ഞാൽ ഓരോ ജീവനും ഭഗവാനെ ശരണാഗതി ചെയ്യുന്നു. ശരണാഗതി ലക്ഷണമൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ആനുകൂല്യസ്യ സങ്കല്പഃ പ്രാതികൂല്യസ്യ വർജനം രക്ഷിഷ്യതീതി വിശ്വാസഃ ഗോപ്തൃത്വ വരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ ഷഡ്വിധാ ശരണാഗതി. 6 വിധമായ. ആനുകൂല്യസ്യ സങ്കല്പഃ, ഭഗവാനുക്ക് എന്ത് ഇഷ്ടമോ അത് ചെയ്യണം, ഭഗവാനുക്ക് എന്ത് ഇഷ്ടമില്ലയോ അത് ഉപേക്ഷിക്കണം. പ്രാതികൂല്യസ്യ വർജനം, ഭഗവാൻ നമ്മളെ രക്ഷിക്കും, ആ വിശ്വാസം വേണം. രക്ഷിഷ്യതീതി വിശ്വാസഃ, പിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ആളെ പഠിക്കണം. ഗുരുവായൂരപ്പനെ പോലെ ഉള്ള ആളെ പഠിക്കണം. ഈ തക്ഷകനെ പോലെ ആവരുത്. തക്ഷകൻ സർപ്പയാഗം നടത്തിയ പോലെ ചെയ്തു, ഇന്ദ്രനെ ശരണം പ്രാപിച്ചു എന്നെ രക്ഷിക്കണേന്ന്. അപ്പോൾ ജനമേജയനോട് ഒരാൾ പറഞ്ഞു, നിന്റെ സർപ്പസത്രത്തിൽ പാവപ്പെട്ട പാമ്പുകളാണ് വീഴുന്നുണ്ട്, കടിച്ച തക്ഷകൻ വീണിട്ടില്ല പറഞ്ഞപ്പോൾ തക്ഷകനെ വീഴ്ത്തിക്കോളൂ പറഞ്ഞു. തക്ഷകനെ ഇന്ദ്രൻ രക്ഷിക്കണു പറഞ്ഞപ്പോൾ ഇന്ദ്രനെയും ചേർത്ത് വീഴ്ത്തിക്കൊള്ളും. തക്ഷകാശുപതസ്വേഹ സഹേന്ദ്രേന മരുത്വത ഇതി ബ്രഹ്മോദിതാക്ഷേപൈ. അവർ മന്ത്രം പറഞ്ഞു, ഇന്ദ്രനെയും ചേർത്ത്
അഗ്നികുണ്ഡത്തിൽ വീഴ്ത്താൻ മന്ത്രം പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്തു? തൻ്റെ മുണ്ടിൽ ചുരുട്ടി വെച്ചിരുന്നു തക്ഷകന്. മുണ്ട് അഗ്നികുണ്ഡത്തിൽ ഇട്ടു, ഓടി രക്ഷപ്പെട്ടു. ഇപ്പം രക്ഷിക്കാൻ കഴിയില്ലാത്ത ആളെ പിടിച്ചാൽ അവൻ നമ്മളെ ഉപേക്ഷിച്ച് പോകും. അങ്ങനെ ആവരുത്. ഗോപ്തൃത്വ വരണം തഥാ. ഗോപ്തൃത്വം, രക്ഷിക്കാൻ കഴിവുള്ള ആളുടെ കാല് പിടിക്കണം. പിന്നെ ആത്മനിക്ഷേപം, തന്നെ ഭഗവാനുക്ക് സമർപ്പിച്ച് ഭഗവാന്റെ കാരുണ്യത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. ഇതാണ് ഷഡ്വിധ ശരണാഗതി. എല്ലാ പ്രധാനമായി ഗജേന്ദ്രൻ്റെ ശരണാഗതി, ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ ദ്രൗപദി ശരണാഗതി, രാമായണത്തിൽ വിഭീഷണ ശരണാഗതി, ഇവിടെ രുക്മിണി ശരണാഗതി എന്നാണ് മഹാത്മാക്കൾ പറയും. 5 ആദ്യം തത്വം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് കഥയിലേക്ക് പ്രവേശിക്കാം. 5 സഹോദരന്മാരാണ് ഈ രുക്മിണിയെ തടയുന്നു. കാരണം 5 സഹോദരന്മാർ കണ്ണ്, കാത്, മൂക്ക്, തൊക്ക്, ഇങ്ങനെയൊക്കെ നമ്മുടെ ചെവി, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഭഗവാന്റെ അടുത്ത് പോകാൻ സമ്മതിക്കില്ല. ഭഗവാന്റെ കഥ കേട്ടിരിക്കുമ്പോഴാണ് ഗോവിന്ദ എൻ്റെ ചൊല്ലക്കാൽ കൊണ്ട് ഉറക്കം തള്ളും. അപ്പോഴാണ് ഉറക്കം നന്നായിട്ട് വരണം. മൊബൈൽ നോക്കുമ്പോഴോ ഉറക്കം വരാറേ ഇല്ല, ഇങ്ങനെ തേച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പിടിച്ച് വലിക്കുന്നു. അപ്പോൾ രുക്മിണി ഒരു ബ്രാഹ്മണനെ പ്രേമലിക്കുന്ന ബ്രാഹ്മണന്റെ കയ്യിൽ സമർപ്പിച്ചതുപോലെ ഒരു ഗുരുനാഥൻ മൂലം ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ആ ജീവനെ ഭഗവാൻ രക്ഷിക്കും എന്നാണ് ഇതിൻ്റെ തത്വം. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഃ കന്യൈകാ ച വരാനനാ. രാജാസീത് ഭീഷ്മകോ നാമ, ഭീഷ്മകൻ പേരുള്ള മഹാരാജാവ് വിദർഭദേശത്തിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശശിലേഖ പുരാണാന്തരത്തിലുള്ളതാണ്, പേര് ഇവിടെ ഇല്ലേ. അവർക്ക് 5 ആൺകുട്ടികൾ ഉണ്ടായി. 5 പേരും 5 ഭൂതം പോലെയായി. അപ്പോൾ രുക്മിണിക്ക് തോണി ഭീഷ്മക മഹാരാജാവിന് തനക്കൊരു പെൺകുട്ടി കിട്ടിയാൽ ഭാഗ്യം. ദേവിയെ പ്രാർത്ഥിച്ചു. ആ രാജാവിൻ്റെ ഭാഗ്യം പറയട്ടെ, ദേവി തന്നെ പുത്രിയായി ജനിച്ചു. കന്യകാ ച വരാനനാ. വരാണന, സുന്ദരമുഖമുള്ള പെൺകുട്ടി പറഞ്ഞപ്പോൾ എന്തായി? ഇവർ 5 പേർ 5 ഭൂതം പോലെയാണ്. ശരിക്കും 5 ഭൂതം തന്നെയാണ്. സുഖൻ വിപരീതമായിട്ട് പറയാറില്ലേ, പോസിറ്റീവാവേ പറയുള്ളൂ. രുക്മിണി നല്ല പെൺകുട്ടി. സ്വസ സതി. രുക്മിണി സതി പറഞ്ഞാൽ എന്താർത്ഥം? ഈ 5 അസത്തുക്കളാണ്. അത്ര നമ്മളെ പോലെ വിസ്തരിച്ച് പറയാറില്ലേ. പക്ഷേ അങ്ങനെ പറയുള്ളൂ ശുകാചാര്യൻ. സോപസൃത്യ മുകുന്ദസ്യ രൂപവീര്യഗുണസ്ത്രിയഃ ഗൃഹാഗതിർഗീയമാനാഃ തമ്മേനേ സദൃശം പതിം. കൊട്ടാരത്തിൽ പുരാണം പറയുന്ന ചില ആളുകളുണ്ട്. സൂതാഹ പൗരാണികാ പ്രോക്താഹ മാഗധ വംശസംശകാഹ വന്ദിനസ്തമളപ്രജ്ഞാഹ പ്രസ്താവ സദൃശോ. സൂതൻ, മാഗധൻ, ബന്ദി, ഇങ്ങനെ 3 തരം ആൾക്കാർ കൊട്ടാരത്തിൽ ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടി ഉണ്ടാവും. അങ്ങനെയുള്ള ചില ബ്രാഹ്മണന്മാർ അവിടെ വന്ന് പറയുന്നു, ആദ്യം ഭഗവാന്റെ മത്സ്യാവതാരം, കൂർമാവതാരം, നരസിംഹാവതാരം, ഇങ്ങനെ ഓരോ അവതാര കഥയും രുക്മിണി കേട്ടിരിക്കുന്നു. രാമാവതാര കഥ പറഞ്ഞപ്പോൾ ഇതുപോലെ നല്ല ഭർത്താവ് എനിക്ക് കിട്ടണം ആഗ്രഹിച്ചു. കാരണം സീതയെ തവര വേറെ ഒരു സ്ത്രീയെ നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ രാമാവതാരം കഴിഞ്ഞു. കൃഷ്ണാവതാരം ഭഗവാൻ വീണ്ടും അവതാരം ചെയ്തിരിക്കുന്നു. കൃഷ്ണനായി അവതാരം ചെയ്തിരിക്കുന്നു. കണ്ണൻ്റെ ബാലലീലകൾ കേട്ടപ്പോൾ രുക്മിണി ഇങ്ങനെ ചിരിച്ച് കേട്ടു. പിന്നെ കണ്ണൻ ഇപ്പോൾ മാടുമേച്ചി നടക്കുന്നു പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, കുറച്ച് വലുതാവട്ടെ വിചാരിച്ചു. ഇപ്പോൾ കണ്ണൻ എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണൻ വന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ കണ്ണൻ പഠിക്കാൻ പോയിട്ടുണ്ട് സാന്ദീപനി ഗുരുകുലത്തിൽ. അപ്പോൾ കുഴപ്പമില്ല, ഇന്ന് മാടുമേച്ച ആളൊക്കെ കുറച്ച് പഠിച്ച ആളായാൽ നന്നായി. ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസവും കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി കണ്ണൻ്റെ ഏട്ടൻ്റെ കല്യാണം കൂടി കഴിഞ്ഞു. ഈ കണ്ണൻ്റെ ആലോചന നടക്കുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് രുക്മിണി അച്ഛനെ നോക്കി. അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ കാര്യം എന്താണ് മനസ്സിലാക്കി. ബന്ധൂനാമിച്ഛതാം ദാതും. അപ്പോൾ രുക്മിണി ചോദിച്ചു ബ്രാഹ്മണനോട്, അടുത്ത് എന്തെങ്കിലും എക്സ്ട്രാ കഥ ഉണ്ടോ? നീ ഞങ്ങൾ കഥ പറയണമെങ്കിൽ രുക്മിണി വിചാരിച്ചാലേ പറ്റുള്ളൂ. നീ സുത്വാഗുണൻ എഴുതിയാലേ പിന്നെ കല്യാണം ഞങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി ബാക്കിയുള്ള കഥ ഞങ്ങൾ പറയണമെങ്കിൽ അമ്മ തന്നെ വിചാരിക്കണമെന്ന് ആ ബ്രാഹ്മണൻ പറഞ്ഞപ്പോഴാണ് രുക്മിണി അച്ഛനെ നോക്കി ഉടനെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചോദിച്ചു എന്നാണ്. പക്ഷേ പുരാണാന്തരങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം രുക്മിണി തൻ്റെ തോട്ടത്തിൽ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു.
മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യേദോ നന്ദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യേദു നന്ദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ 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 ജയ രാധേ രാധേ ജയ രാധേ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ രാധാ മനമോഹന കൃഷ്ണ രാധാ മനമോഹന കൃഷ്ണ മീരാ മനമോഹന കൃഷ്ണ മീരാ മനമോഹന കൃഷ്ണ മേരാ മനമോഹന കൃഷ്ണ മേരാ മനമോഹന കൃഷ്ണ ഗുരുനാഥൻ രുക്മിണി പരിണയം ഒരു കാവ്യം ചെയ്തിട്ടുണ്ട്. പ്രകരണ ഗ്രന്ഥം പോലെ ഭാഗവതത്തിൻ്റെ അനുകൂലമായ പല ഗ്രന്ഥങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഭ്രമരഗീതത്തിന് ഗോപി ഹൃദയം എന്ന പേരിൽ ഒരു ഗ്രന്ഥം, യുഗലഗീതത്തിന് യുഗല അണുഗീതം എന്നൊക്കെ ഗുരുനാഥൻ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ രുക്മിണി പരിണയം 4 സർഗത്തിലാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ഏകദാനന്ദനവനേ ശുദ്ധസ്ഫടികമണ്ഡപേ വാദയാമാസ സാവീനാം സമവേത സഖീജനൈഃ. തോഴിമാരോടൊപ്പം രുക്മിണി വീണയും വെച്ച് ഭഗവാന്റെ നാമങ്ങൾ പാടുമ്പോഴാണ് ആകാശത്തിൽ നാരദൻ ചെന്നു. ആകാശത്തിൽ ചെന്ന നാരദൻ രുക്മിണിയെ കണ്ടപ്പോൾ നാരദനക്ക് സ്വന്തം അമ്മയുടെ ഓർമ്മ വന്നു. നാരദൻ്റെ അമ്മ ആരാണ്? സരസ്വതി ദേവി. എപ്പോഴും ഭഗവാന്റെ നാമം പാടാറുണ്ട് വീണയും വെച്ച്. തൻ്റെ അമ്മയെ പോലെ ഒരു പെൺകുട്ടി പാടുന്നുണ്ടല്ലോ വിചാരിച്ച് നാരദൻ താഴോട്ട് വന്നു. രുക്മിണിയുടെ ആ പാട്ട് കേട്ടപ്പോൾ നാരദൻ പറഞ്ഞു, മതി മതി ഇനി പാടേണ്ടാൻ പറഞ്ഞു. ഒരാൾ പാടുമ്പോൾ തന്നെ മതി പറഞ്ഞാൽ എന്താ അർത്ഥം? കേൾക്കാൻ അത്ര സുഖമില്ലേ? അതാണ് അർത്ഥം. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്താ പാട്ടിൻ്റെ ദോഷം എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ രുക്മിണി ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, നിന്റെ ഈ പാട്ട് കേൾക്കാൻ ഈ ലോകത്തിൽ വേറെ ആൾക്ക് തകുതിയില്ല. നിന്റെ പാട്ട് കേൾക്കാൻ പറ്റിയ ഒരാളുണ്ട്, ഒരു ഫ്ലൂട്ട് വിദ്വാൻ, ഓടക്കുഴൽ വിദ്വാനുണ്ട്. അയാൾ കേട്ടാലേ ശരിയാവുള്ളൂ. അപ്പോൾ ആരാണ് ഓടക്കുഴൽ വിദ്വാൻ ചോദിച്ചപ്പോൾ കണ്ണൻ്റെ കഥ നാരദൻ രുക്മിണിക്ക് പറഞ്ഞു കൊടുത്തു. ഇവിടെ പറഞ്ഞു കൊടുത്ത നാരദൻ അവിടെ ചെന്നു കണ്ണൻ്റെ കൊട്ടാരത്തിൽ. ഭഗവാനെ പൂജിക്കാനുണ്ടെ സ്വയം കിണ്ടിയിൽ വെള്ളം കൊണ്ടുവരണു, ഭഗവാൻ സ്വയം പൂക്കൾ കൊണ്ടുവരണു, സ്വയം ആളെ കെട്ടി കൊണ്ടുവരണു. 64 കട പഠിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്ത് കൊണ്ടു ഇങ്ങനെ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോഴാണ് നാരദൻ പറഞ്ഞു, സജ്ജനാർച്ചന കാമസ്യേ. സജ്ജനങ്ങളെ അർച്ചിക്കാൻ താത്പര്യം നിനക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ
ആ പെൺകുട്ടി ഗണ്ടിയിൽ വെള്ളം പൂക്കളും മാളയും ചന്ദനം എല്ലാം റെഡിയാക്കി വെക്കും. നീ ഗണ്ടിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ മതി, ഞാൻ എൻ്റെ വക പാദപൂജ പറയാറില്ലേ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ സജ്ജനങ്ങളെ പൂജിക്കാൻ താത്പര്യമുള്ള ഒരു പെൺകുട്ടി കിട്ടണ്ടേ, നമ്മ സുദർശന അമ്മയെ പോലെ ഒരാൾ കിട്ടണ്ടേ. ആ രഘുനാഥന്റെ ഭാഗ്യം അങ്ങനെ എല്ലാവർക്കും കിട്ടുമോ? അത് കിട്ടണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി കിട്ടേണ്ടതിന് ഭഗവാൻ പറഞ്ഞപ്പോഴാണ് നാരദൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ കണ്ടുവന്നു വിദർഭദേശത്തിൻ്റെ രാജകുമാരി രുക്മിണി നിനക്ക് യോജിച്ച പെൺകുട്ടിയാണ് പറഞ്ഞപ്പോൾ സമുദ്വോഢും മനോദധേ ഭഗവാനും അത് തീരുമാനിച്ചു. തദാവേത്യ അസിതാപാങ്കി രുക്മിണിയുടെ ആ കണ്ണിൻ്റെ അഴക് പറഞ്ഞു. അസിതാപാങ്കി പറഞ്ഞാൽ നല്ല കാരുണ്യമുള്ള കണ്ണാണ്. വേറെ അർത്ഥം അസിതൻ പറഞ്ഞാൽ കൃഷ്ണൻ എപ്പോഴും ആ അപാംഗം കണ്ണൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. അസിതാപാങ്കി. അപ്പോൾ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ചോദിച്ചു ഭീഷ്മക മഹാരാജാവ്, എൻ്റെ പെൺകുട്ടിയെ ഞാൻ കൃഷ്ണനുക്ക് കൊടുക്കണം തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമാണോ ചോദിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു, നല്ല സംബന്ധമാണ്, കൊടുക്കാം. എല്ലാവരും കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മി എന്നാണ് പേര്, അവൻ പറഞ്ഞു, അച്ഛനിടയ്ക്ക് ബുദ്ധി കുറഞ്ഞു പോയി, പ്രായമാകുമ്പോൾ ബുദ്ധി കുറയും എന്ന് പറയാറുണ്ട്. അതുപോലെ എനിക്ക് ബുദ്ധിയും കുറഞ്ഞു പോയി, അതുകൊണ്ട് കണ്ണനക്ക് കൊടുക്കാൻ പാടില്ലേ, കണ്ണനക്ക് നല്ല വിദ്യാഭ്യാസം ഇല്ലേ. ഞങ്ങളൊക്കെ ഓരോരോ ക്ലാസ്സിലും 2 കൊല്ലം പഠിച്ച ആൾക്കാരാണ്. കണ്ണൻ അങ്ങനെ പഠിച്ചിട്ടില്ലേ. 64 ദിവസം പോയിട്ട് വേഗം സാന്ദീപിന് കീഴിൽ സംതിങ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് മേടിച്ച് വന്ന ആളാണ്. അപ്പം ശരിക്കും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലേ. പിന്നെ നേരാൻ നിൽക്കാൻ പോലും അറിയാത്ത ആളാണ്. ഒരു കാലം ഇങ്ങനെ വെച്ച് ഒരു കാലം ഇങ്ങനെ വെച്ച് ഇങ്ങനൊക്കെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ട്. നമ്മളെപ്പോലെ നേരാൻ നോക്കാറില്ലേ, ഇങ്ങനെ നോക്കുള്ളൂ. അപ്പം ഭക്തന്മാർ കടാക്ഷം പറയുന്നു. ഇപ്പോൾ കാലിൽ എന്തോ കുഴപ്പമുണ്ട്, കണ്ണിൽ എന്തോ കുഴപ്പമുണ്ട്, 2 അച്ഛൻ പറയുന്നു, 2 അമ്മ പറയുന്നു. അങ്ങനെ കുറേ മാറ്റി കഥ ഒക്കെ നമ്മൾ പറയുന്ന കഥ തന്നെയാണ്, പക്ഷെ അവർ വേറെ വിധത്തിൽ പറയുന്നു. വൈരേനയം നൃപതയ ശിശുപാല പൗണ്ഡശാൽവാദയോഗ്യതി വിലാസ വിലോകനാദ്യൈഹി. അവരും ഭാഗം തന്നെ പറയുന്നു, പക്ഷെ വേറെ രീതിയിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. കണ്ണനൊക്കെ കൊടുക്കാൻ പാടില്ലേ, എൻ്റെ സുഹൃത്തായ ശിശുപാലനക്ക് കൊടുക്കണം. അത് എപ്പോൾ തീരുമാനിച്ചു? ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ തീരുമാനിച്ചതാണ്. അപ്പം എൻ്റെ വിദ്യാഭ്യാസം കേമായി പറഞ്ഞു, തീരുമാനിച്ചു. അതിൻ്റെ നോട്ടീസൊക്കെ എല്ലാം ഇറക്കി. ഈ വിഷയം രുക്മിണി അറിഞ്ഞപ്പോഴാണ് ഒരു തോഴി വന്ന് പറഞ്ഞപ്പോൾ രുക്മിണി കരയുന്നു. ഞാൻ എങ്ങനെ കണ്ണോണ്ടുകൊണ്ട് പറയും? ഒരു അടുത്ത ഗ്രാമമാണെങ്കിൽ തോഴിയെ പറഞ്ഞു വിടാമായിരുന്നു, എവിടെയോ കിടക്കുന്നു. വിദർഭദേശം മധ്യപ്രദേശത്ത് ആ നാഗ്പൂരുടെ അടുത്താണ്, അത് ഗുജറാത്തിലാണ്, ദൂരം കൂടുതലാണ്. തോഴിയെ പറഞ്ഞു വിടാൻ പറ്റില്ലേ. ഇപ്പം നല്ല ദൂതൻ ആരാണ് ആലോചിക്കുമ്പോൾ ഒരു വണ്ട് നല്ല ദൂതനാണ്, വേഗം പറന്ന് ചെല്ലും. പക്ഷേ വണ്ടിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ട് പറന്ന് ചെല്ലും. ഭഗവാന്റെ വനമാല വൈജയന്തിമാല കണ്ടപ്പോൾ അത് തേന് കുടിക്കാൻ പോയി ഇരിക്കും, അത് കുടിച്ച് മറക്കും, പോയ കാര്യം പറയും. കുടിക്കുന്ന ആളെ ദൂത് വിട്ടാൽ ശരിയാവില്ല, അവർക്ക് കാര്യം മറന്നു പോവും, അത് ശരിയാവില്ല. പിന്നെ ഒരു കുയില ദൂതനായി പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. ഇതൊക്കെ ഗുരുനാഥൻ്റെ ഗ്രന്ഥത്തിലുള്ളതാണ്. കുയിൽ പുറപ്പെട്ടു, എല്ലാ ശ്ലോകമുണ്ട്, ശ്ലോകം പറഞ്ഞാൽ സമയമാവും. ഒരു കുയിൽ ദൂതനായി പറഞ്ഞു വിടാം, പക്ഷേ കുയിൽ എന്ത് ചെയ്യും? പതുക്കെ പറയുള്ളൂ. ഈ സമുദ്രത്തിൻ്റെ ഇടയിലല്ലേ ദ്വാരക, ഇടയ്ക്കിടയ്ക്ക് ഈ സമുദ്രത്തിൻ്റെ തിരമാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ കുയിൽ എനിക്ക് പതുക്കെ പറയുമ്പോൾ അത് ഭഗവാന്റെ ചെവിയിൽ ശരിക്ക് വീഴില്ല. പിന്നെ കിളിയ ദൂതനായി പറഞ്ഞു വിടാൻ തീരുമാനിച്ചു, പക്ഷെ കിളി പോവും. ഭഗവാന്റെ കൊഞ്ചും വഴി കേൾക്കുമ്പോൾ കിളി വിചാരിക്കും, ഇവിടെ ഞാൻ സംസാരിച്ചാൽ എൻ്റെ മൗസ് കുറയും, എൻ്റെ പവർ കുറയും, അപ്പോൾ എനിക്ക് ശരിയാവില്ല. കിളി പോയ കാര്യം പറയില്ല. പിന്നെ നല്ല വേഗം പോകുന്ന ദൂതൻ ആരാണെന്ന് ആലോചിച്ചു. നല്ല മേഘം, വിന്നീല മേലാപ്പു വിരിത്താർ പോൽ മേഘങ്കാൽ. നീല ഒരു ഇങ്ങനെ ഇവിടെ വിളിച്ചത് അതേപോലെ മേപ്പോട്ട് വിരിച്ചതുപോലല്ലേ മേഘം. നല്ല മേഘങ്ങൾ നല്ല വേഗം പോകുന്ന ദൂതന്മാരാണ്. മേഘ സന്ദേശം ഇങ്ങനെ തന്നെ കാവ്യങ്ങളുണ്ട്. അങ്ങനെ മേഘത്തെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു. പക്ഷേ മേഘം വേഗം ചൊല്ലും ദ്വാരകയിൽ. പക്ഷേ പോയ ശ്രമം മാറാൻ വേണ്ടി കുറച്ച് സമുദ്രത്തിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങും. സമുദ്രത്തിൽ വെള്ളം കുടിച്ചാൽ മഴയായി പോവും, പിന്നെ പറയലില്ലേ. അതുകൊണ്ടാണ്
ആണ്ടാൾ പറയുന്ന തമിഴ്നാട്ടിലുള്ള ഭക്ത ശരിക്കും രാധയുടെ അവതാരമാണ്. ഗോദ എന്നാണ് പേര്. ആ അമ്മ പറയുന്നു, ഏ മേഘങ്ങളെ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ അവിടെ ഇവിടെ പോവേണ്ട, എൻ്റെ കണ്ണുനീര് തന്നെ കുടിച്ചോളൂ. ഭഗവാന് വിചാരിച്ച് കറയുന്ന എൻ്റെ കണ്ണുനീർ കുടിച്ചോളൂ. ഇത് കുടിച്ചിട്ട് നിങ്ങൾ എവിടെ പോയി മഴ പെയ്യണം? തിരുപ്പതി ക്ഷേത്രത്തിൽ അവിടെ ഗോവിന്ദൻ ഉണ്ടല്ലോ, അവിടെ മഴ പെയ്തോളൂ. അപ്പോൾ ഭഗവാൻ ചോദിക്കും, സാധാരണ മഴ വെള്ളം ചില്ലുന്നല്ലേ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ ചൂട് മഴ. അപ്പോൾ പറഞ്ഞോളൂ, നിന്നെ ഓർത്ത് ഒരു പെൺകുട്ടി, ഒരു പ്രേമിക്ക് അവരെ കരയുന്നുണ്ട്, അവളുടെ കണ്ണുനീര് പറഞ്ഞാൽ മതി. വാട്ടം തനിയെ വീശി ആ ഭഗവാന്റെ ആ വസ്ത്രം കൊണ്ടുകൊണ്ട് വീശിയാൽ മതി, ഭഗവാനക്ക് സമർപ്പിച്ച ഒരു പൂമാല ഇട്ടാൽ മതി എന്നൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ മേഘത്തെ പറഞ്ഞു വിട്ടാലും ശരിയാവില്ലേ? പിന്നെ ഒരു നല്ല ഒരു ദൂതനുണ്ട്, മനസ്സ്. പക്ഷെ മനസ്സ് വേഗം ചെല്ലും ദൂതനായിട്ട്. ദൂതൻ പറഞ്ഞാൽ എന്താ ചെയ്യണം? പോയിട്ട് തിരിച്ചു വരണം. ഇതുവരെ ഭഗവാന്റെ അടുത്ത് പോയ മനസ്സ് ഒരാൾക്കും തിരിച്ചു കിട്ടിയിട്ടില്ലേ. അപ്പം മനസ്സെ പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ലേ. അപ്പോൾ யாராவது നല്ല ദൂതൻ കിട്ടുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഭാഗവതർ നാമം ജപിച്ചു വരുന്നു. നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, 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 ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, ഹേ മാധവ ഹേ കേശവ, ഹേ മാധവ ഹേ കേശവ, ഹേ മാധവ ഹേ കേശവ, ഹേ മാധവ ഹേ കേശവ, മുരളീധര കണ്ണ മനമോഹന, മുരളീധര കണ്ണ മനമോഹന, ഹേ മുരളീധര കണ്ണ മനമോഹന, മുരളീധര കണ്ണ മനമോഹന, കണ്ണ മനമോഹന, കണ്ണ മനമോഹന, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, സുന്ദര ഗോപാല, സുന്ദര ഗോപാല, അതി സുന്ദര ഗോപാല, അതി സുന്ദര ഗോപാല, അതി സുന്ദര ഗോപാല, അതി സുന്ദര ഗോപാല. നാമം ജപിച്ച് ഒരു മഹാഭാഗവതൻ അവിടെ വരുന്നുണ്ട്. വിചിന്യ ആപ്തം ദ്വിജം കഞ്ചിത്ത്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾ തന്നെയാണ്. ക്ഷേമം കുരു ഗോപാല സന്തതം മമ, ക്ഷേമം കുരു ഗോപാല. ഭഗവാനെ എല്ലാവർക്കും ക്ഷേമം ചെയ്യണേന്ന് പ്രാർത്ഥിച്ച് വരുന്നു ആ ഭാഗവതർ വന്നപ്പോൾ പാദപൂജ ചെയ്യാറുണ്ട് പതിവായിട്ട്. അതുപോലെ തോഴിമാർക്ക് ഗണ്ടിയിൽ വെള്ളം കൊടുക്കുന്നു. പാദപൂജ ചെയ്യുമ്പോൾ വെള്ളം ചൂടായിരുന്നു. എന്താ ഇത് ഇവിടെയും ചൂടും അവിടെയും തിരുപ്പതിയിൽ ഇവിടെയും എന്താ ചൂടും നോക്കുമ്പോഴാണ് രുക്മിണിയുടെ കണ്ണുനീരും ചേരുന്നതാണ് അവിടെ പാദപൂജയിൽ മനസ്സിലാക്കി ബ്രാഹ്മണൻ. തോഴി ചോദിച്ചു, രുക്മിണി നിനക്ക് കണ്ണുനീർ വരാൻ എന്താ കാരണം? അച്ഛനമ്മമാർ ദാരിദ്ര്യമുള്ള ആളാണെങ്കിൽ ദാരിദ്ര്യമുള്ള അച്ഛനമ്മമാർ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? അങ്ങനെ പെൺകുട്ടി ചിലപ്പോൾ കരയും. ഇല്ല, സൗന്ദര്യം കമ്മിയാണെങ്കിൽ എനിക്ക് സൗന്ദര്യം ഇല്ലല്ലോ, എന്നെ കല്യാണം കഴിക്കാൻ ആറ് കിട്ടുമോ, അങ്ങനെ കരയാറുണ്ട്. ഇങ്ങനെ പല ഭാവത്തിൽ കരയാറുണ്ട്. രുക്മിണി കരയാൻ എന്താ കാരണം ചോദിച്ചപ്പോൾ തോഴിമാർ പറഞ്ഞു, രുക്മിണി കണ്ണനെ പ്രേമിക്കുന്നു, പക്ഷേ ഏട്ടന്മാരൊക്കെ ശിശുപാലനെ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഇതൊക്കെ മനുഷ്യന്മാരുടെ തീരുമാനമല്ലേ, അത് നടക്കില്ലേ. ഭഗവാൻ എന്ത് സങ്കല്പിക്കോ അതുവേ നടക്കുള്ളൂ. നീ പേടിക്കേണ്ട, ഇപ്പോൾ തന്നെ കണ്ണനോട് വിഷയം അറിയിക്കാം. ദ്വിജഹ, ദ്വിജൻ ഇവിടെ പറയുന്നു. ദ്വിജൻ പറഞ്ഞാൽ പക്ഷി എന്നർത്ഥം. മഹാത്മാക്കൾ പറയാറുണ്ട് പല വിധത്തിൽ. ആരാണ്? പൂർവജന്മത്തിൽ തിരുവടി പറയുന്ന ഹനുമാൻ ദൂതനായി ചെന്നു. രാമായണത്തിൽ ഗരുഡനക്ക് ഒരു ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ലേ. ഗരുഡൻ വിചാരിച്ചു, ഞാനല്ലേ ആദ്യം ഭഗവാന്റെ കാല് പിടിച്ച ആള്, പിന്നെ വന്ന ആളാണ് ഹനുമാൻ.
അപ്പോൾ ഗരുഡൻ വിചാരിച്ചു ഇപ്രാവശ്യം ഞാൻ തന്നെ പോയേക്കാം. ഗരുഡൻ തന്നെ ഇവിടെ വന്നു എന്ന മഹാത്മാക്കൾ പറയുന്നു. അങ്ങനെ ആവാം. ഇല്ലെങ്കിൽ ഹനുമാൻ തന്നെ ദ്വിജന്റെ രൂപത്തിൽ വന്നു എന്ന് പറയും. പൂർവ്വജത്തിൽ ചേർത്ത് വെച്ച ആൾ തന്നെ വന്നാൽ സൗകര്യമാവും. അതുകൊണ്ട് അല്ലെങ്കിൽ ദ്വിജഹ പറഞ്ഞാൽ സുഖം തന്നെ ആവാം. ശ്രീനിവാസ കല്യാണത്തിൽ സുഖാചാര്യൻ തന്നെ വന്നതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ഒരു ഭക്തർ അവിടെ വന്നു. 7 ശ്ലോകം രുക്മിണി ദേവി എഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ദ്വിജൻ പറഞ്ഞത് കൊണ്ട് സത്യമായി ആകാശമാർഗോട് പറന്നു വന്നു, ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. ഭഗവാൻ പറഞ്ഞു, എനിക്ക് അത്ര വിദ്യാഭ്യാസം പോരാ, രുക്മിണി പറഞ്ഞതുപോലെ നിങ്ങൾ തന്നെ വായിച്ച് കേൾപ്പിച്ചോളൂ പറഞ്ഞപ്പോൾ ആ ബ്രാഹ്മണർക്ക് സന്തോഷം. എന്താ കാരണം? ബ്രാഹ്മണൻ മനസ്സിൽ തീരുമാനിച്ചു, ഈ കത്തിൽ എന്താണെന്ന് നോക്കണം. ഇങ്ങനെ ആഗ്രഹിക്കാവോ? ഒരു ടീനേജ് പെൺകുട്ടി ഒരാൾക്ക് ഒരു കത്ത് അയച്ചിരിക്കുന്നു, ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഈ ബ്രാഹ്മണൻ, പ്രായമായ ബ്രാഹ്മണൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ എന്താ കാരണം? അദ്ദേഹം പെൺകുട്ടി ആൺകുട്ടി വിചാരിച്ചിട്ടില്ലേ? ജഗന്മാത ജഗത് പിത, അമ്മ അച്ഛനക്ക് കത്തയക്കുമ്പോൾ കൂടുതൽ കുട്ടികളുടെ കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കും. അപ്പം നമുക്കുടെ കാര്യം എന്തെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയാണ് ആ ബ്രാഹ്മണൻ വിചാരിച്ചു. അത് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ നിങ്ങൾ തന്നെ വായിച്ചോളൂ പറഞ്ഞപ്പോൾ വായിക്കുന്നത് ബ്രാഹ്മണൻ തന്നെയാണ്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് രുക്മിണ്യുവാച്ച, രുക്മിണി എങ്ങനെ ഭാവത്തിൽ വായിച്ചുവോ അതേ ഭാവത്തിൽ വായിക്കുന്നു. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദരാ ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. സാധാരണ ശ്ലോകം എഴുതുന്നവർ 8 ശ്ലോകം എഴുതാറുള്ളത്. ജഗന്നാഥാഷ്ടകം, മുകുന്ദാഷ്ടകം, കൃഷ്ണാഷ്ടകം. അല്ലെങ്കിൽ 5 ശ്ലോകം എഴുതാറുണ്ട്. ഗണേശ പഞ്ചരത്നം, ലളിതാ പഞ്ചരത്നം. ഇത് 8 എഴുതാതെ 5 എഴുതാതെ ഇടയ്ക്ക് 7 ശ്ലോകം എഴുതാൻ എന്താ കാരണം? കല്യാണത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് സപ്തപതി. പെൺകുട്ടിയെ കാളം പിടിച്ച് ഏകമിഷേ വിഷ്ണുസ്ത്വാൻ വേതു ഇങ്ങനെ മന്ത്രം ജപിച്ച് 7 സ്റ്റെപ്പ് സഖാവായിട്ട് കൊണ്ടുപോകണം. അപ്പം തനിക്കും കൃഷ്ണനും ഒരു സപ്തപതി നടക്കണേ തീരുമാനിച്ചിട്ടാണ് 7 ശ്ലോകം എഴുതുന്നു. മാത്രമല്ല, ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ 7 ലോകം കടന്നു ചെല്ലണം. ഭൂർ സുവർ മഹർ ജനസ്തപ സത്യം കടന്നാൽ ഭഗവാനെ പ്രാപിക്കാം. പുറത്താണെങ്കിൽ, ഉള്ളിലാവണമെങ്കിലും 7 ഘട്ടങ്ങൾ കടക്കണം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനവും കടന്നാൽ സമാധിയിൽ ഭഗവാനെ പ്രാപിക്കാം. എന്തായാലും 7 ഘടകങ്ങളെ കഴിഞ്ഞാലേ പ്രാപിക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് 7 ശ്ലോകം. അതിൽ ആദ്യം ഭഗവാനെ വിളിക്കണ്ടേ എങ്ങനെ? മഹാരാജ രാജശ്രീ അവർക്ക് അങ്ങനെ എഴുതിയാൽ, മഹാരാജ രാജനക്ക് പറഞ്ഞാൽ ഒരു ചെറിയ രാജ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കും. പ്രഭു അവർക്ക് തുടങ്ങേണ്ടേ? പ്രഭു അവർക്ക് എഴുതിയാൽ ഒരു സാധാരണ 7 ആയിട്ടുണ്ടാവും. അല്ല, ഏട്ടൻ അവർക്ക്, ചേട്ടൻ അവർക്ക് പറഞ്ഞാൽ ചേട്ടൻ വിളിച്ചിട്ട് പിന്നെ കല്യാണം കഴിക്കണം പറയാമോ? അത് പറ്റില്ലേ. എങ്ങനെ തുടങ്ങേണ്ടേ? ആദ്യം തുടങ്ങേണ്ടത് എങ്ങനെയാണ്? അത് ആലോചിക്കുന്ന രുക്മിണി ആലോചിച്ച് ഇവിടെ വിസ്തരിച്ച് പറയാറുണ്ട്. അമ്മാവൻ അവർക്ക് എഴുതിയാൽ ശരിയാവില്ലേ? കൃഷ്ണൻ ചെറിയ കുട്ടിയല്ലേ, അമ്മാവനവർ പ്രായമായിത്തോളൂ, വേണ്ട. പിന്നെ പല ഭാവത്തിൽ ആലോചിച്ച് അവസാനം ഭുവനസുന്ദര, ഇതുവരെ ഒരാളും വിളിക്കാത്ത ഒരു പേര്, ഭുവനസുന്ദരൻ അവർക്ക്. ഈ ഭുവനസുന്ദരൻ സഹസ്രനാമത്തിൽ പോലും ഇല്ലേ. സഹസ്രനാമത്തിൽ 1000 പേരുണ്ട്, പക്ഷേ ഭുവനസുന്ദര പേരില്ലേ. വിശ്വം വിഷ്ണു വിഷക്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മ ഭൂതഭാവന. തുടങ്ങുമ്പോൾ തന്നെ ഭൂതം തുടങ്ങുന്നു. അവസാനിക്കുമ്പോഴോ സർവപ്രഹരണ യുധ, കിട്ടുന്നതൊക്കെ എടുത്ത് അടിക്കുന്ന ആളാണ്. ഏകോ വിഷ്ണു മഹത്ഭൂതം പൃഥക് ഭൂതാന്വേഷ, തീൽ നോക്കാൻ വ്യാഖ്യ ഭൂതാത്മ. അവസാനിക്കുമ്പോൾ ഭൂതം അവസാനിക്കുന്നു. ഇത് ഭൂതസഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ സംശയമാവും. നമ്മൾ സഹസ്രനാമം പറയാൻ എടുത്തേണ്ട കേട്ടോ. സഹസ്രനാമം ചോദിച്ചാൽ തലയെഴുത്ത് പോലും മാറിക്കിട്ടും. പക്ഷേ ഇത് ഭീഷ്മൻ എഴുതിയ സഹസ്രനാമല്ലേ, അതുപോലെ ആയിരിക്കും. രുക്മിണിയുടെ സഹസ്രനാമാണെങ്കിൽ അത് കുറച്ച് നല്ല ലളിതമായിരിക്കും. ഗോപികമാർ വിളിച്ചു, ശ്യാമസുന്ദര തേദാസ്യഹ, ശ്യാമസുന്ദര വിളിച്ചു. അതിൽ ശ്യാമത്വം, നല്ല കറുത്ത അഴകൻ, അങ്ങനെ അതിൻ്റെ കറുത്തതിൻ്റെ സൂചന ഉണ്ട്. അത് ശരിയാവില്ലേ? എൻ്റെ ഗുരുനാഥൻ വിളിക്കാറുണ്ട്, സുകുമാര സുന്ദര ക്ഷീരചോദ, സുകുമാര സുന്ദർ അങ്ങനെ വിളിക്കാറുണ്ട്. എന്തായാലും ഇതിൽ സഹസ്രനാമത്തിൽ പെടാത്ത ഒരു പുതിയ പേർ ഭുവനസുന്ദര. ഇതിന് പല വ്യാഖ്യാനം ഗുരുനാഥൻ പറയും.
ഭുവനത്തിൽ ഏറ്റവും സുന്ദരൻ ശ്രീകൃഷ്ണനാണ്. ഭുവന സുന്ദര. ഈ ഭുവനം സുന്ദരമായി ഇരിക്കാൻ എന്താ കാരണം? സുന്ദരൻ പടച്ചതല്ലേ. സുവർണം ആഭരണം തിളങ്ങാൻ എന്താ കാരണം? സുവർണാഭരണം തിളങ്ങാൻ കാരണം സുവർണം തിളങ്ങുന്ന സാധനമാണ്. തിളങ്ങുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന ആഭരണം തിളങ്ങുന്നത് പോലെ സുന്ദരനായ ഭഗവാൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഈ ഭുവനവും സുന്ദരമായിരിക്കാൻ കാരണം. അരുവികളെയും മലകളെയും ഇതൊക്കെ കാണുമ്പോൾ നല്ല സൗന്ദര്യം കാരണം ഭഗവാൻ സൃഷ്ടിച്ചതാണ്. ഭുവന സുന്ദര. ഭുവനാദപി സുന്ദര. ഈ ഭുവനത്തെക്കാൾ സുന്ദരൻ. മാത്രമില്ലേ, ഈ ഭുവനത്തിൽ അവിടെ എവിടെയും ഓരോ തിവില ചെറുതായി സൗന്ദര്യമുണ്ട്. അത് മുഴുവൻ ഭുവനത്തിന്റെ സൗന്ദര്യം മുഴുവൻ ചേർത്താൽ എന്താണ് സൗന്ദര്യം? തത് സൗന്ദര്യം. ഭുവന സുന്ദര. ഭുവനം പറഞ്ഞാൽ വെള്ളം. വെള്ളം പോലെ നീല കളറിൽ ഇരിക്കുന്ന സുന്ദരൻ. ബാക്കി കളറൊക്കെ നല്ല കൂടുതലാവും. ചക്കച്ചെവയിൽ ഇருக்கு, മഞ്ച മസക്കർക്ക്, പച്ചപ്പസയിൽ ഇருக்கு, ഇങ്ങനൊക്കെ പറയും. അതുപോലെ നീല ഇതൊക്കെ പറയാറില്ലേ? നീലം നല്ല നല്ല കളറാണ്. അതുകൊണ്ടാണ് ഭുവന സുന്ദര. വെള്ളം എങ്ങനെ ദാഹത്തെ ശമിപ്പിക്കുമോ അതുപോലെ നമ്മുടെ സംസാര ദാഹത്തെ ശമിപ്പിക്കുന്നവൻ ഭുവന സുന്ദര. വെള്ളം എങ്ങനെ ശുദ്ധമാക്കൊണ്ടുപോ? നല്ല സൂപ്പറിൻ പൗഡർ കൊണ്ടുപോയിട്ട് കാര്യമില്ലേ? വെള്ളമില്ലാതെ മുണ്ട് കളക്കാനും പറ്റില്ലേ? നല്ല സോപ്പ് കൊണ്ടുപോയിട്ട് ഉടമ്പ് ശുദ്ധമാക്കാനും ശരീരം ശുദ്ധമാക്കാനും പറ്റില്ലേ? വെള്ളം ഉണ്ടെങ്കിലേ ഈ മുണ്ടും ശരീരവും ശുദ്ധമാവുള്ളൂ. ഈ വെള്ളം എങ്ങനെ ശുദ്ധമാക്കുവോ അതുപോലെ നമ്മളെ ശുദ്ധമാക്കുന്നവൻ. ആദിശങ്കരാചാര്യൻ പറയുന്നു, ശുദ്ധ്യതിഹീനാന്തരാത്മാ കൃഷ്ണപദാംഭോജഭക്തിമൃതേ വസനമിവ ക്ഷാരോദൈഹി ഭക്ത്യാ പ്രക്ഷാള്യതേ. നല്ല കൃഷ്ണഭക്തനാണ് ആദിശങ്കരാചാര്യൻ. പ്രബോധ സുധാകരം ഗ്രന്ഥത്തിൽ പറയുന്നു, എങ്ങനെ അളക്കുകാരൊക്കെ പ്രത്യേക ഒരു വെള്ളം കൊണ്ട് ഈ ശുദ്ധമാക്കുന്നു. ക്ഷാരോദൈഹി പറഞ്ഞാൽ ഒരു ഉപ്പ് ഇട്ട വെള്ളം വെച്ചുകൊണ്ടാണ് അവർ മുണ്ട് ശുദ്ധമാക്കും. അതുപോലെ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുന്നത് എങ്ങനെയാണ്? കൃഷ്ണഭക്തിയാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുന്ന സാധനം. വസനമിവ ക്ഷാരോദൈഹി ഭക്ത്യാ പ്രക്ഷാള്യതേ ചേതഃ ശുദ്ധ്യതിഹീനാന്തരാത്മാ കൃഷ്ണപദാംഭോജ ഭക്തിമൃതേ. അങ്ങനെ ശുദ്ധമാക്കുന്നവൻ ഭുവന സുന്ദര. എപ്പോഴും വെള്ളത്തിൻ്റെ നടുക്കിരിക്കുന്നവനാണ്. പാലാഴിയിലും മധ്യയിലും കാരണോദക മധ്യയിലും ഇവിടെ പത്മസരസിന്റെ തീരത്തിലും ഭുവന സുന്ദര പത്മനാഭനായി കിടക്കുന്നു. പിന്നെ വർക്കളയിലും സമുദ്രതീരത്തിൽ കിടക്കുന്നു ഭുവന സുന്ദര. ഗുരുവായൂരിലും എവിടെ വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിലും അടുത്ത് തീർത്ഥകുളം ഉണ്ടാവും. ശ്രീരംഗത്തിൽ നോക്കിയാൽ ഇവിടെയും കാവേരി ഇവിടെയും കയറും. മധ്യ ദ്വീപ് പോലെ ഇരിക്കുന്ന സ്ഥലത്തിൽ കിടക്കുന്ന സുന്ദരൻ ഭുവന സുന്ദര. 10 അവതാരങ്ങൾ സ്മരിക്കുന്നതായി പറയുന്നു. ഭുവനം പറഞ്ഞാൽ വെള്ളം. വെള്ളത്തിൽ സുന്ദര മത്സ്യനായി സഞ്ചരിച്ച ഭഗവാനെ ഭുവന സുന്ദര. ഈ ഭുവനത്തെ രക്ഷിക്കുന്ന മലകൾ കൊണ്ടാണ് ഈ ഭൂമി രക്ഷിക്കുന്നത്. ഭൂധരം എന്നാണ് പേര്. ആ മലയെ താങ്ങി നിൽക്കുന്ന സുന്ദര കൂർമ്മ ഭഗവാനെ ഭുവന സുന്ദര. ഈ ഭുവനമാകുന്ന ഈ സുന്ദരമായ ഭുവനം രക്ഷിക്കാൻ വേണ്ടി ഭുവനത്തിൽ നിന്നും ഭുവനത്തിൽ നിന്നും ഭുവനത്തെ രക്ഷിച്ച സുന്ദരൻ വരാഹപ്പെരുമാൻ ഭുവന സുന്ദര. ഈ ഭൂമി 2 ഭാഗമായിരിക്കുന്നു. കുറച്ച് കാട്, കുറച്ച് നാട്. നാട്ടിൽ ഏറ്റവും സുന്ദരൻ മനുഷ്യനാണ്. കാട്ടിൽ ഏറ്റവും സുന്ദരൻ സിംഹം. അപ്പൊ കാട്ടിൽ സുന്ദരനായ സിംഹത്തിന്റെ പകുതിയും നാട്ടിൽ സുന്ദരനായ മനുഷ്യന്റെ പകുതിയും ഭൂവനം. ഭൂവിന്റെയും വനത്തിന്റെയും സുന്ദരനെ രണ്ടും ചേർന്ന് വന്ന ഭുവന സുന്ദര നരസിംഹ പെരുമാനെ. പിന്നെ ഭുവന സുന്ദരം വെച്ചാൽ ഏറ്റവും ചെറുതായ സൗന്ദര്യം. ചെറുതായിരിക്കുമ്പോഴാണ് സൗന്ദര്യം കൂടുതൽ വർദ്ധിക്കും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ പശുക്കുട്ടിയായാലും കഴുതക്കുട്ടിയായാലും പന്നിക്കുട്ടി ഏത് കുട്ടിയായിട്ടും ചെറുതാകുമ്പോൾ അതൊരു സൗന്ദര്യം. അങ്ങനെ ചെറുതായി വന്ന സുന്ദരൻ ഭുവന സുന്ദര. ഈ ഭൂമിയാകുന്ന തോട്ടം നേരാക്കണമെങ്കിൽ ഇടയ്ക്ക് തോട്ടം വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, ഇടയ്ക്ക് കള എടുക്കണം. അത് കളവൊക്കെ എടുത്ത് ദുഷ്ടച്ചെടികളൊക്കെ നിർത്തിയാലേ ദുഷ്ടക്ഷത്രഹന്ത്രേ അങ്ങനെ പറയുന്നുണ്ട്. ഈ ഭൂമിയാകുന്ന തോട്ടത്തിൽ ദുഷ്ടന്മാരായ ക്ഷത്രിയരുടെ കള എടുക്കാൻ വേണ്ടി കോടാളിയായി വന്ന പരശുരാമ ഭഗവാനെ ഭുവന സുന്ദര. ഭുവനം സുന്ദരമാക്കിയ ഭഗവാൻ ഭുവന സുന്ദര. വനം പറഞ്ഞാൽ 2 അർത്ഥം. വനഗതി സംരക്ഷണയോഹോ. വനം പറഞ്ഞാൽ അവണം ഒരർത്ഥം,
ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രീരാമനായി വന്ന് സഞ്ചരിച്ച ഭഗവാനെ ഭുവനസുന്ദരാ. ഭൂമി നന്നാവണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഉഴണം. ഉഴുത് പിന്നെ ശുദ്ധമാക്കിയ ശേഷമേ വിത്ത് ഇടാറുള്ളൂ. അപ്പൊ ഈ ഭൂമി ശുദ്ധമാക്കാൻ വേണ്ടി ഹളിയായി വന്ന ഭഗവാനെ ഭുവനസുന്ദരാ. പുരുഷന്മാരിൽ ഏറ്റവും സുന്ദരൻ കൃഷ്ണൻ, വിഷ്ണു. സ്ത്രീകളിൽ ഏറ്റവും സുന്ദരി ലളിതാദേവി. സ്ത്രീകൾക്ക് പ്രത്യേക സൗന്ദര്യമുണ്ട്, പുരുഷന്മാർക്ക് പ്രത്യേക സൗന്ദര്യം. പുരുഷന്മാർക്ക് ഗാംഭീര്യം, സ്ത്രീകൾക്ക് ആ ലജ്ജ മുതലായ സൗന്ദര്യം. ഇത് രണ്ടും ചേർന്ന ധീര ലളിതനായി വന്ന കൃഷ്ണ ഭഗവാനെ ഭുവനസുന്ദരാ. പിന്നെ വനഗതി, ഈ ഭൂമി മുഴുവനും കൽക്കി രൂപത്തിൽ കുതിരയിൽ സഞ്ചരിക്കാൻ പോകുന്ന ഭഗവാനെ ഭുവനസുന്ദരാ. അങ്ങനെ പല ഭാവത്തിൽ ഭുവനസുന്ദര വിളിച്ചു. നിന്റെ ഗുണങ്ങളെ കേട്ട് ഞാൻ പ്രേമിക്കുന്നു. കല്യാണത്തിന് പെൺകുട്ടിയോ ആൺകുട്ടിയോ അന്വേഷിക്കാൻ പോകുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് എന്താണ്? എന്താ ശമ്പളം, എന്താണ് വിദ്യാഭ്യാസം, അതൊക്കെ ചോദിക്കാൻ പിന്നെ ചോദിച്ചാൽ മതി. ആദ്യം നല്ല ഗുണമുണ്ടോ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നല്ല ഗുണമുണ്ടോ ചോദിക്കണം. അത് നല്ല സുഹൃത്തുക്കളെ കണ്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ അച്ഛനമ്മ നല്ല ഗുണമുള്ള ആൾക്കാരായിരിക്കും, കുട്ടികളൊക്കെ ദുര്യോധന പോലായിരിക്കും. അപ്പോൾ അവരുടെ അച്ഛനമ്മമാരെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരുടെ സുഹൃത്തുക്കളോട് കാണണം. പിന്നെ വേണ്ടപ്പെട്ട ആളോട് ചോദിക്കണം. അടുത്ത് അയൽ വീട്ടുകാരുണ്ടല്ലോ, അവരോട് ചോദിക്കണം, ഈ കുട്ടി നല്ല കുട്ടിയാണോ? ചില ആളുകൾ പറയും നല്ല പെൺകുട്ടിയാണെ നല്ല ആൺകുട്ടിയാണെ കണ്ണടച്ച് കൊടുത്തോളൂ പറയും. കണ്ണടച്ച് കൊടുത്തോളൂ പറഞ്ഞാൽ എൻ്റെ അർത്ഥം കൊടുത്ത ശേഷം കണ്ണടച്ച് ഇരുന്നോളൂ, ഒന്നും നോക്കണ്ട. അങ്ങനെ ചില നുണ പറയുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇല്ലാതെ സത്യം പറയുന്ന സജ്ജനങ്ങൾ മൂലം നിന്റെ ഗുണങ്ങൾ കേട്ടതാണ്. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദരാ ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈർഹരതോംഗതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർച്ചലാഭം. സജ്ജനങ്ങൾ പറഞ്ഞ് എൻ്റെ ഗുണങ്ങളെയും രൂപത്തെയും ഗുണത്തെയും കേട്ട് എൻ്റെ ഹൃദയത്തിൽ കണ്ട് എൻ്റെ താപമൊക്കെ നശിച്ചു. നീ കിട്ടിയ ശേഷം പിന്നെ പ്രത്യേകം ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല. അഖിലാർത്ഥ ലാഭം, എല്ലാം കിട്ടിയതുപോലെ. ഒന്ന് കിട്ടിയാൽ എല്ലാം കിട്ടിയതുപോലെ പറയാറുണ്ട് ഉപനിഷത്തിൽ. അതുപോലെ ഒന്ന് കിട്ടിയ ഗുരുവായൂരപ്പൻ കിട്ടിയാൽ മതി, എല്ലാം കിട്ടിയതുപോലെ. അഖിലാർത്ഥ ലാഭം തയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഭഗവാനെ വിളിക്കുമ്പോൾ അച്യുതാ വിളിച്ചു. അച്യുതാ പറഞ്ഞാൽ എന്നർത്ഥം ആശ്രയിച്ചവരെ ഉപേക്ഷിക്കാത്ത ആളാണ്, വിടാത്ത ആളാണ്. ദൃഢസംകർഷണോച്യുത. സഹസ്രനാമത്തിൽ ഒരുമിച്ച് നാമങ്ങൾ വരണത് നമുക്ക് കാണാം. പുഴയിൽ ഇങ്ങനെ പോകുന്ന ഒരാളെ രക്ഷിക്കാൻ ആൾ എന്ത് ചെയ്യും? ചില ആളുകൾ മുണ്ട് ഇട്ട് രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്താൻ പുറപ്പെട്ട ആൾ എന്ത് ചെയ്യണം? ദൃഢനായിരിക്കണം. പുഴയിൽ പോകുന്ന ആള് നല്ല ഗുണ്ടനായും, രക്ഷിക്കാൻ പോയാൽ എന്നെ പോലെ ആള് പോയാൽ എന്നെയും വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ രക്ഷിക്കാൻ പുറപ്പെട്ട ആള് നല്ല ദൃഢനായിരിക്കണം. പിന്നെ സംകർഷണ, ഇങ്ങോട്ട് വിളിക്കുന്ന ആളായിരിക്കണം. പകുതി വിളിക്കുമ്പോൾ ഇടയ്ക്ക് വിടും ചില ആളുകൾ. അങ്ങനെ വിടാതെ ആളായിരിക്കണം. ദൃഢസംകർഷണോ അച്യുത. അങ്ങനെ രക്ഷിക്കുന്ന ആളല്ലേ. തയ്യച്യുത വിശതി ചിത്തമപത്രപം മേ. നിന്നെ പ്രാപിക്കാൻ ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ നാമം ജപിക്കാനും ഇതൊക്കെ ലജ്ജിക്കേണ്ട ആവശ്യമില്ലേ. ഞാനാണ് ആദ്യം ലെറ്റർ തുടങ്ങിയത്. ഇനി 16,107 കത്ത് പിന്നെ വരാൻ റെഡിയായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ റെഡിയായിക്കോളൂ. ഖാത്വാ മുകുന്ദ മഹതി കുലശീല രൂപ വിദ്യാ വയോ ദ്രവിണധാമഭിരാത്മതുല്യം. നിനക്ക് യോജിച്ച എല്ലാം എനിക്കുമുണ്ട്. കുളം, നല്ല കുളം, കുലശീലം, നിന്നെപ്പോലെ ശീലം. ഭഗവാനക്ക് എന്താ ശീലം? ശരണാഗതന്മാരെ രക്ഷിക്കുന്നതാണ് ശീലം. അങ്ങനെ ശീലം എനിക്കുമുണ്ട്. കുലശീല രൂപ, നിനക്ക് യോജിച്ച രൂപം. കുലശീല രൂപ വിദ്യ, നിന്നെപ്പോലെ നല്ല വിദ്യാഭ്യാസമുണ്ട്. വയസ്സാ പഞ്ചവിംശകഹാണ്, എനിക്ക് അതിന് യോജിച്ച വയസ്സ് എനിക്കുണ്ട്. ദ്രവിണ, നിനക്ക് എത്ര പൈസ ഉണ്ടോ? കാരണം വിവാഹശ്ച വിവാദശ്ച സമയോരേവ ശോഭതേ. വിവാഹവും വിവാദവും സമമായിരിക്കുമ്പോൾ ശോഭിക്കുള്ളൂ. അപ്പൊ യോജിച്ച എല്ലാം. കുലശീല രൂപ വിദ്യ വയോ ദ്രവിണ ധാമഭിരാത്മതുല്യം. ധാമം പറഞ്ഞാൽ ഭഗവാന്റെ വീട് എന്നാണ് ശരിക്കും വീട് എന്ന് പേര്. അപ്പൊ നിനക്ക് തുല്യം എനിക്കുമുണ്ട്, അല്ലാതെ നിനക്ക് തുല്യം നീ തന്നെയാണ്. ആത്മതുല്യം ധീരാപതിം കുലവതീന വൃണീത കന്യാ കാളേന്ദ്ര സിംഹ നരലോകമണോഭിരാമം. കുലവതിയായ ഒരു പെൺകുട്ടി ആരാ നിന്നെ വരിക്കില്ലേ?
അപ്പോൾ എന്നെ രക്ഷിക്കാൻ ഓടിയെത്തണം നരസിംഹാന്ന് വിളിച്ചു. നരസിംഹൻ വന്നതുപോലെ ഓടിയെത്തണം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഞാൻ നരസിംഹൻ്റെ വേഷം കെട്ടി വരട്ടെ? അങ്ങനെ വേണം, വേഗം മാത്രം നരസിംഹൻ്റെ വേഷം വേഗം ആയിക്കോട്ടെ. വരുമ്പോൾ നരലോക മനോഭിരാമം, സുന്ദരക്കുട്ടനായി വരണം. തന്മേ ഭവാൻ ഖലു വൃതപതിരംഗജായാം, സിംഹത്തിന് ഒരു ബലി ഇട്ടപ്പോൾ ആ സിംഹത്തിന് ഇട്ട ബലിയെ ഒരു കുറുക്കൻ കൊണ്ടുപോയാൽ എങ്ങനെയാണോ അതുപോലെ വിടരുത്. പൂർവ്വജന്മത്തിൽ രാവണൻ തൊട്ട് കൊണ്ടുപോയി, അങ്ങനെ വിടരുത്. മാ വീരാ, വീരാന്ന് വിളിച്ചു. വീരൻ പറഞ്ഞാൽ രാമനാണ്. മാ വീര ഭാഗമഭിമർശതു ചൈത്യ ആരാത് ഗോമായുവൻ മൃഗപതേർ ബലിമംബുജാക്ഷ. രാവണൻ പൂർവ്വജന്മത്തിൽ പൂർവ്വ അവതാരത്തിൽ കൊണ്ടുപോയതുപോലെ ഇപ്പോൾ ശിശുപാലൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കില്ല, അതിനു മുമ്പ് തന്നെ വന്ന് എന്നെ കൊണ്ടുപോകണം. നിറച്ചും ധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മാസം നല്ല മാസമാണ്, അധിക മാസം. ശരിക്കും പറഞ്ഞാൽ പുരുഷോത്തമ മാസം. സാധാരണക്കാർ പറയും ഇത് മലമാസം പറയും. അധിക മാസം പറയാൻ കാരണം ഈ മാസത്തിൽ നിന്ന് ഭഗവാൻ തൻ്റെ പേര് കൊടുത്തു. ഈ മാസത്തിനെ എല്ലാം ഉപേക്ഷിച്ചു. ഋഷീശ്വരന്മാർക്ക് ഇതൊക്കെ മലമാസം, നല്ല കാര്യങ്ങൾ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാസം ഭഗവാനോട് പ്രാർത്ഥിച്ചു, എന്നെ മലമാസം എന്ന് പറഞ്ഞു ഋഷീശ്വരന്മാർ, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ പേര് ഞാൻ നിനക്ക് തരാം, നിന്നെ പുരുഷോത്തമ മാസം, ഞാൻ പുരുഷോത്തമൻ, നീയും പുരുഷോത്തമം ആണ്. പുരുഷോത്തമ മാസം പേര് കൊടുത്തു ഈ മാസത്തിന്. 3 കൊല്ലം ആകുമ്പോൾ ഇങ്ങനെ അധിക മാസം ഉണ്ടാവും. ഈ അധിക മാസം പറയാൻ എന്താ കാരണം? അധികമായി വന്നതുകൊണ്ട് അധിക മാസം ഇല്ലേ. ഈ മാസത്തിൽ ചെയ്യുന്ന അന്നദാനമായിക്കോട്ടെ, സ്നാനമായിക്കോട്ടെ, ദാനമായിക്കോട്ടെ, 7 സ്നാനം, ജപോ ഹോമോ വ്രതം ദേവദ്വിജാർച്ചനം, ഇതൊക്കെ ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാം അധികമായ ഫലം കൊടുക്കേണ്ടതാണ്. ഈ കഥ പറഞ്ഞാൽ സമയമാവും, എന്നാൽ ഒന്നുകൂടി പറയാം. ഗുണസുന്ദരി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മേധാവി എന്ന പേരുള്ള മഹാത്മാവിനെ. ഗുണസുന്ദരി നല്ല ഗുണവും സൗന്ദര്യമുണ്ട്. ആ ഋഷിക്ക് ആൺകുട്ടി ഇല്ലാതെ കൊണ്ട് അദ്ദേഹം പെൺകുട്ടിക്ക് എല്ലാം പഠിപ്പിച്ചു, ശാസ്ത്രം എല്ലാം പഠിപ്പിച്ചു. പക്ഷേ ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയൊക്കെ കല്യാണം കഴിച്ച് അവർക്കൊക്കെ കുട്ടികളൊക്കെ ഉണ്ടായി. ഈ പെൺകുട്ടിക്ക് യോജിച്ച ആൺകുട്ടി കിട്ടണം അന്വേഷിച്ച് അച്ഛനും വയ്യാതായി, അച്ഛനും മരിച്ചു. ഈ പെൺകുട്ടിയുടെ അച്ഛനും ദുർവാസ മഹർഷി ഫ്രണ്ടാണ്. അപ്പോൾ ദുർവാസ മഹർഷി വന്ന് ഉപദേശിച്ചു, പെൺകുട്ടി അധിക മാസത്തിൽ ഭഗവാനെ പൂജിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മലമാസത്തിന് അത്ര യോഗ്യതയില്ല. കാർത്തിക മാസം, വൈശാഖ മാസം, മാഘമാസം ഇരിക്കുമ്പോൾ ഇതൊന്നും വിശേഷിച്ച് പറയേണ്ടാണ് ദുർവാസനെ സഹകരിക്കാൻ തുടങ്ങി. എതിർവാദം ചെയ്തു. എതിർവാദം ചെയ്തപ്പോൾ ദുർവാസൻ പെട്ടെന്ന് കോപിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ ശപിക്കാൻ കഴിവുള്ള ആളാണ്, പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ പെൺകുട്ടി ആയതുകൊണ്ട് ഞാൻ ശപിക്കുന്നില്ല, പെൺകുട്ടി ഞാൻ സഹിച്ചു പോവാൻ പറഞ്ഞു പോയി. പിന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്തു? മഹാദേവനെ കുറിച്ച് 8000 കൊല്ലം ഭയങ്കര തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു വന്നു. കുടുംബസമേതം എന്ത് പേര് ചൊല്ലുമ്പോൾ പതിന്ദേഹി 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 5 പ്രാവശ്യം പറഞ്ഞു പോയി. പറഞ്ഞപ്പോൾ മഹാദേവൻ എന്തായാലും 5 പ്രാവശ്യം ഭർത്താവ് കിട്ടണേ ചോദിച്ചത് കൊണ്ട് നിനക്ക് 5 ഭർത്താവ് ഉണ്ടാവും. ഈ ഗുണസുന്ദരി പറഞ്ഞു, ഇങ്ങനെയാണോ ഒരു ആൾക്ക് 5 പെൺകുട്ടികളായാൽ കുഴപ്പമില്ലേ, ഒരു പെൺകുട്ടി 5 ഭർത്താവ് കേട്ടതും ഇല്ല, ഇങ്ങനെ സമ്പ്രദായത്തിൽ ഇല്ലല്ലോ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, നീ ചോദിച്ചു പോയി, ഞാൻ എന്ത് ചോദിച്ചു അങ്ങനെ കൊടുക്കുന്ന ആളാണ്. പക്ഷേ ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിൽ അയോണിജിയായി ദ്രൗപദിയായി നീ ജനിക്കും, ആ സമയത്ത് നിനക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നിനക്ക് ഉപദേശിക്കാൻ ദുർവാസാവ് വന്നതാണ്, ആ ദുർവാസനെ അവമാനിച്ചില്ലേ, അതിൻ്റെ ദോഷം കൂടി ഉണ്ടെന്ന് ഭഗവാൻ പറഞ്ഞതായി ഇവിടെ പറയുന്നത്. ഈ ദ്രൗപദിയുടെ പൂർവ്വജന്മ കഥ ഈ അധിക മാസത്തിൻ്റെ കഥയിലാണ് വരുന്നു. കൃഷ്ണൻ പാണ്ഡവന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ അധിക മാസത്തിൻ്റെ പെരുമ പറയുന്നത്. എന്തായാലും ഈ മാസത്തിൽ ചെയ്യുന്ന അന്നദാനം ആയിക്കോട്ടെ, അതേപോലെ എൻ്റെ നാട്ടിൽ വന്ന് നോക്കിക്കോളൂ, രുക്മിണി കല്യാണ മണ്ഡപം, രുക്മിണി എഞ്ചിനീയറിംഗ് കോളേജ്, രുക്മിണി തണ്ണീർ പന്തൽ എല്ലാം വച്ചിട്ടുണ്ട്. എന്താ കാരണം? ഇങ്ങനെ ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശിശുപാലനെ പോലെ ദുഷ്ട ഭർത്താക്കൾ കിട്ടാറില്ല, നല്ല ഭർത്താവ് രഘുവെ പോലെ കിട്ടും. ചിലപ്പോൾ പറയേണ്ടി വരട്ടെ എനിക്ക്, അങ്ങനെ നല്ല യോജിച്ച ഭർത്താവ് കിട്ടണ്ടേ. അങ്ങനെ അതിനെ എന്ത് ചെയ്യണം? പൂർവ്വജന്മ തപസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ നേർച്ചം ചെയ്തിട്ടുണ്ട്. മറ്റാനാളാണ് വിവാഹം തീരുമാനിച്ചിരിക്കുന്നത്. ശോഭാവിനിത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്ത സമേത്യ പൃതനാപതിഭി പരീതഃ നിർമഥ്യ ചൈത്യമഗധേന്ദ്ര ബലം പ്രസഹ്യേ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. ഞാൻ തലേ ദിവസം ദേവീക്ഷേത്രത്തിൽ പൂജയ്ക്ക് ചെല്ലും, ആ സമയത്ത് എന്നെ കൊണ്ടുപോവാം. അപ്പോൾ ഭഗവാൻ ചോദിക്കുന്നു, നിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ അച്ഛനോ നിന്റെ ഏട്ടനോ യുദ്ധത്തിന് വരും,
നിന്റെ ഏട്ടനെയും അച്ഛനെയും ചിലപ്പോൾ യുദ്ധത്തിൽ വധിക്കേണ്ടി വരും, കുഴപ്പമില്ലല്ലോ. അപ്പൊ രുക്മിണി എന്ത് പറയണം? എൻ്റെ അച്ഛനെ കൊണ്ടാലും കുഴപ്പമില്ല, ഏട്ടനെ കൊണ്ടാലും കുഴപ്പമില്ല, എന്നെ കൊണ്ടുപോയാൽ മതി. ഇങ്ങനെ കത്തിൽ എഴുതിയാൽ ഭഗവാൻ ആലോചിക്കും. സാധാരണ പെൺകുട്ടികൾക്ക് സ്വന്തം ജനിച്ച വീട്ടിലാണ് സ്നേഹം കൂടുതലാവും. ജനിച്ച വീട്ടിൽ തന്നെ അച്ഛനെയും കൊല്ലണം ഏട്ടനെയും കൊല്ലണം പറഞ്ഞാൽ ഇവിടെ വന്ന് ബലറാമേട്ടനെയും വസുദേവനെയും എന്ത് ചെയ്യാൻ പറയുമോ? ആണ് ഭഗവാൻ ആലോചിക്കും. അപ്പൊ അങ്ങനെ ആലോചിക്കാൻ പറഞ്ഞിട്ടില്ലേ? വിദ്രാവ്യ ശാർങ്ക നിനദേനെ ഒന്ന് വില്ല് കൊണ്ടൊന്ന് ടങ്കാരം ചെയ്താൽ മതി, അവർ ഓടിക്കോളും. അതുകൊണ്ട് അന്തഃപുരാന്തരചരീം അണിഹത്യ ബന്ധൂന്, ഞാൻ നിനക്ക് വേണ്ടി 100 ജന്മം കാത്തിരിക്കും. ഇവിടെ പറയുന്നു, എരിഹ്യംബുജാക്ഷണലഭേയ ഭവത് പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിസ്യാത്. 100 ജന്മം കാത്തിരിക്കും പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ആലോചിച്ചു. 100 ദിവസം പോലും ഇപ്പോൾ ജനങ്ങൾ കാത്തിരിക്കാറില്ല. ജോസിയൻ പറഞ്ഞത് കൊണ്ട് ഒരു 40 ദിവസം ഇങ്ങനെ ഒരു മണ്ഡലം ചുറ്റുന്നു. പിന്നെ കാര്യം സഫലമായാലും പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് വരാറില്ല. കാര്യം ഫലിച്ചില്ലെങ്കിലും ഇതൊന്ന് ഇവിടെ ചുറ്റിട്ട് ഒരു കാര്യം ഇല്ല പറഞ്ഞിട്ട് പോവും. അങ്ങനെയില്ലേ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നത് വരെ ഞാൻ ഭഗവാനെ വിടില്ലേ. 100 ജന്മം കാത്തിരിക്കും പറഞ്ഞപ്പോഴാണ് ഭഗവാൻ ദാരുക വണ്ടി റെഡി പറഞ്ഞു. ബ്രാഹ്മണ അവിടെ കൈ പിടിച്ച് വണ്ടിയിൽ കയറ്റി. എന്താ കാരണം? ആദ്യം രുക്മിണിയെ കയറ്റണ്ടേ, അതിനൊരു പ്രാക്ടീസ്. അതുകൊണ്ട് ആദ്യം ബ്രാഹ്മണനെ കയറ്റി ഒരു പ്രാക്ടീസ് റിഹേഴ്സൽ കൂടി ആയിക്കോട്ടേന് ആ ബ്രാഹ്മണനെ വണ്ടിയിൽ കയറ്റി. എന്താ കാരണം? രുക്മിണി മഹാലക്ഷ്മി കിട്ടണമെങ്കിൽ ആദ്യം ബ്രാഹ്മണനെ പൂജിച്ചാലേ കിട്ടുള്ളൂ. അതുകൂടി ഭഗവാൻ കാണിച്ചിരുന്നു. ആ ബ്രാഹ്മണനെ വണ്ടിയിൽ കയറ്റി, വണ്ടി പുറപ്പെട്ടു. രുക്മിണി പേടിച്ചിരിക്കുമ്പോഴേ എന്തായി? നല്ല ശുഭശകുനം കിട്ടി. ബാഹുസവ്യം നയന കമലം ഭ്രൂലതാ ചാപി തസ്യാഹ പ്രാവേപന്ത പ്രിയമുപഗതം സൂചയന്തി സ്വവൃത്യാ. ബാഹുസവ്യം, ഇടത്തെ കൈ, ഇടത്തെ പുരികം, ഇതൊക്കെ സ്പന്ദിക്കാൻ തുടങ്ങി. സ്ത്രീകൾക്ക് ഇടത്തെ ഭാഗം തുടിച്ചാൽ നല്ലതാണ്, പുരുഷന്മാർക്ക് വളത്തെ ഭാഗം തുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ നല്ല ശകുനം വരട്ടെ, നമ്മളായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇങ്ങനെ സ്പന്ദിക്കാറുണ്ട്. രണ്ടും ഒന്നിച്ചായാൽ വൈദ്യൻ്റെ അടുത്ത് പോയാൽ മതി. ബാഹുസവ്യം നയനകമലം ഭ്രൂലതാ ചാപി തസ്യാഹ പ്രാവേപന്ത പ്രിയമുപഗതം സൂചയന്തി സ്വവൃത്യാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാധാഗാധ ലഘു തുളസി ഗന്ധ സൗമ്യ സമീര. നല്ല പച്ച തുളസി മണം കിട്ടുന്നുണ്ട്. കണ്ണൻ വരാറായി, അടുത്തായി. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യാസന്നം മുഹുരുതചലത് പാഞ്ചജന്യ പ്രണാദ. പാഞ്ചജന്യത്തെ സംഘവിളിയും കൂടി കേട്ടപ്പോൾ സമാധാനായി. ബ്രാഹ്മണൻ ഇറങ്ങി വരുന്നു. സഫലം എന്ന് പറഞ്ഞു. ഞാൻ കത്ത് കുത്ത് എന്നൊക്കെ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ചില അമ്മമാർ ചോദിക്കും, കത്ത ആർക്കാണ് കൊടുത്തു എന്നൊക്കെ ചോദിക്കും. കല്യാണ വീടല്ലേ. അപ്പൊ അതിന് ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കല്യാണത്തിന് ഇത് പരസ്യമായി പറയാൻ പാടില്ല. ഇവിടെ കോഡ് വീടേ പറയാൻ പാടുള്ളൂ. അത് മനസ്സിലായ ആളാണ് ഈ ബ്രാഹ്മണൻ. അതുകൊണ്ട് സഫലം എന്ന് പറഞ്ഞപ്പോൾ പ്രിയമന്യനാമസാ, ആ ബ്രാഹ്മണനെ നമസ്കരിച്ചു രുക്മിണി ദേവി. പിന്നെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ചെന്ന് ദേവിയെ പ്രാർത്ഥിക്കുന്നു. നമസ്യേ ത്വംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം. നമസ്യേ ത്വംബികേ ഭീക്ഷ്ണം. ആദ്യം അവിടെ മഹാഗണപതിക്ക് 2 കറുകപ്പുള്ള ഇട്ട് പ്രാർത്ഥിച്ചു, എൻ്റെ വിവാഹം നന്നായിട്ട് നടത്തി തരണേ. പിന്നെ മഹാഗണപതി തൻ്റെ തുമ്പിക്ക് വീഴ്ത്തി ആശീർവാദം ചെയ്തു, വിവാഹം നന്നായി നടക്കട്ടെ. പിന്നെ ദ്വാരകയിൽ ചെന്ന ശേഷം എനിക്ക് 108 കുഴക്കട്ട വേണം, മോദകം വേണം പറഞ്ഞു. പിന്നെ സുബ്രഹ്മണ്യസ്വാമി 12 കൈ ഉയർത്തി ആശീർവാദം ചെയ്തു. പിന്നെ പാർവതി പരമേശ്വരൻ്റെ എല്ലാവരുടെ ആശീർവാദം മേടിച്ച് പുറത്ത് വന്നപ്പോൾ സുമംഗളിയായ സ്ത്രീകളുണ്ട്. സുവാസിന്യൈ നമഃ, സുവാസിന്യർച്ചന പ്രീതായൈ നമഃ. സുവാസിനികളായ ദീർഘസുമംഗലികളായ സ്ത്രീകളെ പൂജിച്ചാൽ അമ്മയ്ക്ക് സന്തോഷം. അതുകൊണ്ട് അവർക്ക് കണ്ഠാഭരണം, അവർക്ക് ആഭരണം, മംഗളസൂത്രം ഇതൊക്കെ സമർപ്പിച്ച് അവരുടെ ആശീർവാദം മേടിച്ച് പുറത്ത് വരുമ്പോഴാണ് എല്ലാ രാജാക്കന്മാരും നിൽക്കുന്നുണ്ട്. കൃഷ്ണൻ എവിടെ വരണം നോക്കണ്ടേ. രുക്മിണി തല താഴ്ത്തി വരുന്നു. താം ദേവമായാമിവ വീരമോഹിനീം സുമധ്യമാം കുണ്ടലമണ്ഡിത്താരണാം ശ്യാമാം നിതംബാർപ്പിത രത്നമേഖലാം വ്യഞ്ജത്സനീം കുന്തലശങ്കിതേക്ഷണാം. രുക്മിണിയുടെ സൗന്ദര്യം എങ്ങനെയായിരുന്നു ഇവിടെ പറയുന്നു. താം ദേവമായാമിവ, അന്ന് ദേവൻ ഒരു മായാരൂപം സ്വീകരിച്ച് വന്നില്ലേ മോഹിനിയായിട്ട്, ആ മോഹിനിയെ പോലെയായിരുന്നു. ദേവമായാമിവ വീരമോഹിനി. നിങ്ങൾ ഭഗവാന്റെ ദേവമായ ആരാണ്? ദേവി ലളിതാ പരമേശ്വരി. അമ്മയെപ്പോലെ ദിവ്യരൂപം സ്വീകരിച്ച് വരുന്നു. താം ദേവമായാമിവ വീരമോഹിനി. തല താഴ്ത്തി വരണു. ഇവിടെ പറയുന്നുണ്ട്,
സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം. ഇവിടെ വരുമ്പോൾ തന്നെ പ്രത്യേക ഒരു മോതിരം അണിഞ്ഞു വന്നിട്ടുണ്ട്. രത്നമുദ്രോപശോഭിന. ഈ മോതിരം ഏതാണ്? പണ്ട് രാമായണത്തിൽ ഹനുമാൻ സ്വാമി കൊടുത്തില്ലേ, രാമനാമാങ്കിതം. ആ മോതിരം ധരിച്ച് വന്നിട്ടുണ്ട്. വൈരക്കല്ല് വെച്ച് രാമാൻ എഴുതിയിട്ടുണ്ട്. അത് നല്ല മിന്നുന്നുണ്ട്. തോഴിയുടെ തോളിൽ കൈയിട്ട് രത്നമുദ്രോപശോഭിന വരാൻ എന്താ കാരണം? ഞാൻ കണ്ണനെ കാണുന്നത് വേറെ ആൾ കാണേണ്ടാം. ഈ രത്നത്തിന്റെ തിളക്കം കൊണ്ട് അവരുടെ കണ്ണ് മറയട്ടെ വിചാരിച്ച് തോഴിയുടെ തോളിൽ കൈയിട്ട് ഇങ്ങനെ രുക്മിണി തല താഴ്ത്തി വരുന്നു. അത് സമ്പ്രദായം അങ്ങനെയാണ്. സ്ത്രീകൾ എങ്ങനെ നടക്കണം, പുരുഷന്മാർ എങ്ങനെ നടക്കണം ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടത്. പുരുഷന്മാർ നടക്കുമ്പോൾ മൂക്കിൻ്റെ നുണി നോക്കി ഗംഭീരമായി നടക്കണം. സ്ത്രീകൾ തല താഴ്ത്തി കാലിൻ്റെ തല്ലവരൽ നോക്കി നടക്കണം. ഇപ്പോൾ മാറിപ്പോയി. സ്ത്രീകളൊക്കെ ഭദ്രകാളി പോലെ ഇങ്ങനെ പോകുന്നു, പുരുഷന്മാർക്ക് വെള്ളമടിച്ച് അവരിങ്ങനെ പോകുന്നു. ഇപ്പൊ രുക്മിണി തല താഴ്ത്തി വരുന്ന രുക്മിണി കൃഷ്ണൻ എവിടെ നോക്കണ്ടേ? അതിനെ ഒരു സൂത്ര ചെയ്തു. ഉത്സാര്യ വാമകരജൈരളകാണ പാങ്കൈഹി പ്രാപ്താൻ ഹൃയേക്ഷതൻ ദദൃശേ അച്യുതം സാ. പിന്നലിൽ പെടാതെ ചില കേശങ്ങൾ ഇങ്ങനെ മുമ്പിൽ വീണിട്ടുണ്ട്. അത് അളക്കഭാരങ്ങൾ ഒന്ന് മാറ്റുന്ന വ്യാജത്തിൽ ഇങ്ങനെ തല ഉയർത്തിയപ്പോൾ തന്നെ കൃഷ്ണന്റെ കടാക്ഷം കിട്ടി. രുക്മിണി നോക്കിയപ്പോൾ തന്നെ എല്ലാ രാജാക്കന്മാരും ബോധം കെട്ടു വീണു. കൃഷ്ണൻ വീണിട്ടില്ല. ദദൃശേ അച്യുതം സാ. ആണപ്പുറത്തുനിന്ന് താഴെ വീണു, കുതിരപ്പുറത്തുനിന്ന് വീണു, രഥത്തിൽ നിന്ന് വീണു. താഴെ ഇന്ന് കത്തി വെച്ചിരുന്നവർ അവിടെ ഇങ്ങനെ വീണു. അവ താഴെ വീണാൽ എഴുന്നേറ്റ് പൊടി തട്ടി നിന്നു. കുതിരപ്പുറത്ത് വീണവർ കുതിരയിൽ കയറി നിന്നു. തേരിൽ നിന്ന് വീണവർ തേരിൽ കയറിയിരുന്നു. ആണപ്പുറത്ത് നിന്ന് വീണവർക്ക് പെട്ടെന്ന് കയറാൻ പറ്റില്ല. ആനയുടെ കാല് മടക്കണം. ആനയോട് പറഞ്ഞാൽ ആന പറഞ്ഞ കൊച്ചനേറി ആദ്യം കണ്ണനെ നോക്കട്ടെ, പിന്നെ എന്നെ എടുക്കാം. എല്ലാവരും മയങ്ങി നിൽക്കുമ്പോൾ ജരാസന്ധൻ മാത്രം പറഞ്ഞു, കൃഷ്ണനാണ് രുക്മിണിയെ കൊണ്ടുപോകുന്നു, നമുക്ക് തടയണം. അപ്പോൾ ബാക്കി രാജാക്കൾ വേണ്ട, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയും സൗന്ദര്യമുള്ള ആൺകുട്ടിയുമാണ്. ഇവരുടെ വിവാഹം തടഞ്ഞാൽ പിന്നെ അടുത്ത ജന്മത്തിൽ നമുക്ക് കല്യാണം തന്നെ നടക്കില്ല. നമുക്കിത് നല്ല സൗന്ദര്യം നോക്കാമെന്ന് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നു, പ്രസവി എല്ലാവരും നന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. തദുദാരഹാസ വീടാവലോക കൃതചേതസൗദ്ധിതാസ്ത്രാഃ പേതുകൂക്ഷിതൗ ഗജരഥാസ്വഗതാ വിമൂഢാഃ യാത്രാച്ഛലേന ഹരയേ അർപ്പയതീം സ്വശോഭാം സൈവം ശനൈശ്ചലേതി ചലപത്മകോസൗ പ്രാപ്തിം ദദാ ഭഗവതഃ പ്രസമീക്ഷമാണ ഉത്സാര്യ വാമകരചൈരളകാണപാംഗൈഃ പ്രാപ്താൻ ഹ്രീക്ഷത നൃപാൻ ദദൃശേ അച്യുതം സാ താം രാജകന്യാം രഥമാരുരുഷ്ഠിനീം ജഹാര കൃഷ്ണോ ദ്വിഷതാം സമീക്ഷതാം. എല്ലാവരും നന്നായിട്ട് നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ രുക്മിണി എടുത്ത് വണ്ടിയിൽ വെച്ച് വണ്ടി പുറപ്പെട്ടു. വണ്ടി പോകട്ടെ. ഇവിടെ ഗുരുനാഥൻ പറയും, റോഡുക്കേത്ത തേര്, തേരുക്കേത്ത കുതിര, കുതിരയ്ക്ക് യോജിച്ച സാരഥി, സാരഥിക്ക് ഏറ്റ കൃഷ്ണൻ, കൃഷ്ണനുക്ക് ഏറ്റ രുക്മിണി, എല്ലാം നല്ല യോജിച്ചവൻ. വണ്ടി പുറപ്പെട്ടു. വണ്ടി വേഗം പോകുന്നത് കണ്ടപ്പോൾ ചില രാജാക്കൾ പിടിക്കാൻ പോയി. അവൾ പറഞ്ഞു, പിടിക്കാൻ പറ്റില്ലേ പറയും. എന്താ കാരണം? സാധാരണ വെണ്ണ കൊണ്ടുപോകുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റില്ലേ, ഇപ്പം വെണ്ണ കൊണ്ടുപോകുമ്പോൾ പിടിക്കാൻ പറ്റുമോ? സ്പീഡ് കൂടുതലാണ്. അപ്പം നമുക്ക് ഈ പ്രായമായ കാലത്തിൽ ഓടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എല്ലാ രാജാക്കളും തിരിച്ചു വന്നു. ജരാസന്ധൻ ശിശുപാലനോട് പറഞ്ഞു, രുക്മിണിയെ കണ്ണൻ കൊണ്ടുപോയി. അപ്പോൾ ശിശുപാലൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തേക്കാം. അങ്ങനെ പോകരുത്, പുറപ്പെടേണ്ടാം. ഞാൻ 17 പ്രാവശ്യം തോറ്റുകൂടിയ ആളാണ്. ഇപ്പോൾ ആദ്യത്തെ തവണയാണ് എനിക്ക് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ വേറെ പെൺകുട്ടി നീ നോക്കുമ്പോൾ ആ പെൺകുട്ടിയും കണ്ണനും കൊണ്ടുപോകും. ഇങ്ങനെ 2-3 പ്രാവശ്യം കഴിഞ്ഞാൽ നിനക്കും അഭ്യാസത്തിൽ ആയി പോകും എന്ന് പറഞ്ഞപ്പോൾ ശിശുപാലൻ രുക്മിണിയോട് വിഷയം പറഞ്ഞു. രുക്മിണി സൈന്യസമേതനായി വന്നു. വിദർഭ സൈന്യത്തിനും യാദവ സൈന്യത്തിനും വലിയ യുദ്ധം. അവസാനം വിദർഭ സൈന്യം തോറ്റു. രുക്മിണിയെ പിടിച്ച് തേരിൻ്റെ ചക്രത്തിൽ കട്ടിയിടാൻ പുറപ്പെട്ടപ്പോഴാണ് രുക്മിണി പ്രാർത്ഥിച്ചു, യോഗേശ്വര അപ്രമേയാത്മൻ ദേവദേവ ജഗത്പതി, എൻ്റെ സഹോദരനെ വിടനേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശരി പറഞ്ഞു വിട്ടു. 5 കുടിമി വെച്ച് അവമാനിതനാക്കി ഭഗവാൻ പറഞ്ഞു വിട്ടു. പിന്നെ ദ്വാരകയിൽ അച്ഛനമാരുടെ കയ്യിൽ കണ്ണൻ രുക്മിണിയെ ഏൽപ്പിച്ചു. കണ്ണൻ്റെ ധൃതി മനസ്സിലാക്കി മറ്റന്നാൾ വിവാഹം തീരുമാനിച്ചു. മീനമാസം ഉത്തര നക്ഷത്രത്തിലാണ് വിവാഹ ദിവസം തീരുമാനിച്ചു. സീതയ്ക്കും രാമർക്കും പാർവതിക്കും പരമേശ്വരനുക്കും മുരുകനുക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും അങ്ങനെ എല്ലാ ദേവന്മാർക്കും വിവാഹം നടന്ന വെഡ്ഡിംഗ് ഡേ ആണ് മീനമാസം ഉത്തര നക്ഷത്രം. ആ ഉത്തര നക്ഷത്രത്തിൽ വച്ച് ദ്വാരകയിൽ പ്രത്യേക കല്യാണ മണ്ഡപം
ആയിരങ്കാൽ മണ്ഡപം ദ്വാരകാനഗരീ മധ്യേ സഹസ്രസ്തംഭമണ്ഡപേ രത്നസിംഹാസനാരൂഢം സകലത്രം ജഗുസ്സുരാः ആചാര്യവചനാത് സർവം അകരോത് യദുനന്ദനഃ വാചാമഗോചരാത്മാപി വാസുദേവസ്വമായയാ ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപജേമേ കുരുദ്വഹ. രണ്ട് പദത്തിൽ കല്യാണത്തിൻ്റെ കഥ പറഞ്ഞു. വിധിപ്രകാരം വിവാഹം കഴിച്ചു. എന്തൊക്കെ വിധിയാണെന്ന് എൻ്റെ ഗുരുനാഥൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. മഹാഗണപതി പൂജയിൽ നിന്നും തുടങ്ങുമ്പോൾ തന്നെ മഹാഗണപതി നേരിട്ടിരുന്നു പൂജിച്ചോളൂ പറഞ്ഞു. പിന്നെ പൂജ സ്വീകരിച്ച ശേഷം മഹാഗണപതി പറഞ്ഞു, പിന്നെ ബാക്കി കാര്യം നോക്കിക്കൊള്ളാം, നിങ്ങൾ അവിടെ നോക്കിക്കോളൂ. വാതിൽ നിന്ന് മഹാഗണപതിയാണ് വിളിക്കുന്നു, വരൂ വരൂ, എൻ്റെ അമ്മാവൻ്റെ കല്യാണമാണ്, വരൂ എന്ന് പറഞ്ഞ് മഹാഗണപതി വിളിക്കുന്നു തുമ്പിക്കയുമായിട്ട്. വേണ്ട തലമുമ്പ് ഇങ്ങനെ മാറ്റി വിടുന്നു. സുബ്രഹ്മണ്യസ്വാമിയാണ് വരുന്നവർക്ക് ചന്ദനം, താമ്പൂലം, കുങ്കുമം, പന്നീർ തെളിക്കുന്നതൊക്കെ കാര്യമൊക്കെ സുബ്രഹ്മണ്യസ്വാമി ചെയ്യുന്നുണ്ട്. എല്ലാ ദേവന്മാരും എല്ലാ രാജാക്കന്മാരും എല്ലാ ഭാഗവതന്മാരും ഒരുമിച്ച് വന്ന് ആ വിവാഹം വേണ്ട വിധത്തിൽ നടത്തി കൊടുത്തു. ഭഗവാൻ ഗർഗാചാര്യൻ പൂജിച്ച് ആ മംഗളസൂത്രം കൊടുത്തപ്പോൾ വിമുച്യതേന കരാംബുജേന സംസാരബന്ധ ശരണാഗതാനാം കരേണ തേനൈവ ബബന്ധ തസ്യാഹ മാംഗല്യസൂത്രം മണിശോഭികണ്ഠേ. രുക്മിണി കഴുത്തിൽ ഭഗവാൻ മംഗള സൂത്രം സമർപ്പിച്ചു. പിന്നെ പാണിഗ്രഹണം ചെയ്ത് സപ്തപതി നടത്തി ലാജഹോമം മുതലായ ഹോമങ്ങൾ ചെയ്ത് ഭഗവാൻ ദമ്പതിയായിട്ട് മണ്ഡപത്തിൽ ഇരിക്കുന്നു. അവിടെ വന്ന ഭാഗവതന്മാർക്ക് പാടുന്നു. ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാരമണ ശ്യാമസുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ശ്യാമസുന്ദര ശ്യാമസുന്ദര രാധാരമണ ശ്യാമസുന്ദര 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 രാധാരമണ ശ്യാമസുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ ഭുവന സുന്ദര ഭുവന സുന്ദര ഭുവന സുന്ദര രുക്മിണി രമണ 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 ഭുവന സുന്ദര. ജയ് ബോലോ രുക്മിണി രമണ ഭുവന സുന്ദര ലാൽ കീ ജയ്. ഭഗവാനൊക്കെ വിവാഹം എന്തിനാ ചോദിച്ചാൽ നമ്മളൊക്കെ കുട്ടികളാണ്. കുട്ടികളൊക്കെ ധൈര്യമായിട്ട് പോകണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയാൽ തല്ല് കിട്ടും. മാർക്ക് കമ്മിയായി വാങ്ങിയ കുട്ടി അച്ഛൻ്റെ അടുത്ത് പോകാൻ പാടില്ല, അമ്മയുടെ അടുത്താണ് കൊടുക്കണം മാർക്ക് ലിസ്റ്റ്. ഇല്ലെങ്കിൽ അച്ഛനമ്മമാർ ഒന്നിച്ചിരിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് കാണിക്കണം. അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് മാർക്ക് കമ്മിയായല്ലേ പറഞ്ഞാൽ അമ്മ പറയും, ഇന്നലെ ബീറോയിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് കണ്ടു, അതേക്കാൾ കൂടുതലാണെന്ന് പറയും. ശിപാർസ്, സ്ത്രീ പാർശ്വം, അതാണ് ശിപാർസ്. അടുത്ത് അമ്മ നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് ശിപാർസ് പറയാറുണ്ട്. എന്നാൽ അവാപശോഹാം അധികാം അധികാം മുകുന്ദ. അപ്പം കുട്ടികളായി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ദമ്പതി സമേതനായിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ സനാതന ധർമ്മപ്രകാരം വിവാഹം കഴിക്കാത്ത ആൾ രാജാവായി ഇരിക്കാൻ പാടില്ല. എന്താ കാരണം? വിവാഹം കഴിക്കാത്ത ആൾക്ക് ക്ഷമ ഉണ്ടാവില്ല. വിവാഹം കഴിക്കാത്ത പരശുരാമനെ കണ്ടോളും കോടാലി വെച്ച് നിൽക്കുന്നു. ശ്രീരാമൻ വളരെ ശാന്തനായിരിക്കുന്നു. വിവാഹം കഴിച്ചാൽ മതി, ഒരു കൊല്ലത്തിൽ ക്ഷമ വന്നോളും. വരാത്ത ആൾക്ക് വന്നോളും. അപ്പം ക്ഷമയോട് നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ രുക്മിണി സമേതനായിരിക്കുന്നു. ഈ ഭഗവാന്റെ കല്യാണം കേട്ടവർക്ക് എല്ലാവർക്കും കല്യാണം ഉണ്ടാവട്ടെ. കാരണം കല്യാണം വെച്ചാൽ മംഗളം, നമുക്ക് എല്ലാവർക്കും മംഗളം ഉണ്ടാവണം.